السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اهدنا وسددنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ദിവസം ഫാമിലി ഇൻട്രാക്ഷൻസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. 2 ആഴ്ചയിലായിട്ട് നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണ്ടായി. ഇൻഷാ അല്ലാഹ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമുക്ക് കാണാം. ആദ്യം നമുക്ക് ഐഫോസി, അതായത് കുട്ടികളുടെ കാര്യത്തിലുള്ള 1-2 അപ്ഡേറ്റ്സ് തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെഷനിലേക്ക് ഇറങ്ങാം ഇൻഷാ അല്ലാഹ്. ഐഫോസിയുടെ സോഫ്റ്റ് ലോഞ്ചിന്റെ കാര്യം നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റികളിലൊക്കെ. അടുത്ത ശനിയാഴ്ച, അതായത് 21 ജൂൺ ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 ഒരു ഓൺലൈൻ മീറ്റിംഗ് ആയിട്ടാണ് ഉണ്ടാവുക. അതിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തരും. ഒരു ജസ്റ്റ് അതിനെ ഡിക്ലെയർ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഐഫോസി ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടോന്ന് ഓർമ്മയില്ല, അല്ലെങ്കിൽ അതെന്തായാലും ഇടാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ കുട്ടികളെ അറിയിക്കുക, പറ്റുന്നവരെ കൊണ്ടൊക്കെ ജോയിൻ ചെയ്യിപ്പിക്കുക ഇൻഷാ അല്ലാഹ്. അവർക്ക് അതെന്താന്ന് അറിയാൻ പറ്റും. അന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്താൽ പിന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പീക്കർ ആരെങ്കിലും വരികയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അപ്പം പരമാവധി കുട്ടികളെ കൊണ്ട് പങ്കെടുപ്പിക്കുക. അത് കുട്ടികൾക്കാണ് അതിൽ പങ്കെടുത്താൽ കാര്യം ഉണ്ടാവുക. നിങ്ങൾ പങ്കെടുത്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുട്ടികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കോൺടെസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടികളുടെ, അതായത് ടീനേജിന്റെ കമ്മ്യൂണിറ്റിക്ക് പേരിടാൻ വേണ്ടിയിട്ട്. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐഫോസി ഗ്രൂപ്പിലും കമ്മ്യൂണിറ്റിയിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഫാമിലി ഗ്രൂപ്പിൽ സെപ്പറേറ്റ് ഇട്ടിട്ടില്ല. ഞാൻ ഇനി കുട്ടികളുടെ കാര്യങ്ങളെല്ലാം ഫാമിലി ഗ്രൂപ്പിലും കൂടെ ഇടാൻ ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം അത് ബോയ്സിന്റെയും ഗേൾസിന്റെയും കമ്മ്യൂണിറ്റിക്ക് നമുക്ക് ഓരോ പേര് വേണം. അത് അവരെ കൊണ്ട് തന്നെ സജസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്. നാളെ രാത്രിക്കുള്ളിൽ അത് ക്ലോസ് ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുട്ടികളെയും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. ഐഫോസിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മൾ കുട്ടികളും കൂടെ ഇൻവോൾവ് ചെയ്യിക്കണം. അൽഹംദുലില്ലാഹ് ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങൾക്കും നമ്മൾ കുട്ടികളിൽ നിന്നുള്ള ഇൻപുട്സ് ഉണ്ട്. പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് പല പ്രായത്തിലുള്ള കുട്ടികൾ, ചെറുതും ടീനേജും യൂത്തും ഒക്കെ ആയിട്ടുള്ള പല മക്കളെ അൽഹംദുലില്ലാഹ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കുട്ടികളുടെ സപ്പോർട്ട്, നിങ്ങൾ എല്ലാവരുടെയും കുട്ടികളുടെ സപ്പോർട്ട് നമുക്ക് വേണം. പോകെ നമുക്ക് കാര്യങ്ങളൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ ഫാമിലി സീരീസ് ക്ലാസ്സിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ച് കുട്ടികൾ ഇപ്പോഴത്തെ കാര്യങ്ങൾക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പം ഇതുപോലെ ആവശ്യം വരുമ്പോൾ പറയും. അപ്പം നിങ്ങളും നിങ്ങളുടെ മക്കളെയൊക്കെ അതിനകത്ത് പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അറിയാം, അത്ര എളുപ്പമൊന്നുമല്ല നമ്മൾ കുട്ടികളെ ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവർ വേറൊരു ലോകത്ത് ജീവിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയങ്ങൾക്ക് ഒത്തിരി അട്രാക്ഷൻ കൊടുക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കോൺടെസ്റ്റ്. ഇതിന് പ്രൈസസ് ഒക്കെ ഉണ്ടാവും അവർക്ക് ഇൻഷാ അല്ലാഹ്. നമ്മൾ ആ സോഫ്റ്റ് ലോഞ്ചിന്റെ അന്ന് പ്രൈസ് അനൗൺസും ചെയ്യും, ആരാണ് വിന്നർ എന്നൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ആസ്പെക്ട് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ഇസ്ലാമിക് സോഷ്യൽ മീഡിയ എന്നുള്ള പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതായിരിക്കും. കാരണം നമ്മളെ മക്കള് പൊതുവെ മറ്റുള്ള സ്ഥലങ്ങളിൽ സോഷ്യൽ മീഡിയാസിലും പ്ലാറ്റ്ഫോമിലും ഒക്കെ അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കണ്ടെത്തുന്നത് നമുക്കറിയാം. നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു കിക്ക് കിട്ടുന്ന, ഒരു സന്തോഷം കിട്ടുന്ന, ഓർ നമ്മുടെ ഡോപ്പമിൻ റിലീസ് ആവുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ എപ്പോഴും ഉണ്ടാവുക അല്ലെ. അപ്പം അവരവിടെയൊക്കെ നിൽക്കുന്നത് അവർക്ക് അവിടെ സന്തോഷം കിട്ടുന്നത് കൊണ്ടാണ്. ആ സന്തോഷം നമ്മൾ ഇവിടെ കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, ഒരു പക്ഷെ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെ നമുക്ക് മെല്ലെ ആ ഒരു സർക്കിളിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അല്ലെ, കുട്ടികളുടെ അടുത്ത് നിങ്ങൾക്ക് ഡിവൈസ് തരൂല, ഫോൺ തരൂല, ലാപ്ടോപ്പ് തരൂല എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് പകരം ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കണം. കാരണം അവർ ആ സമയം എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് അതിന് പകരം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കൊടുക്കണം. അപ്പം അതേപോലെ അവരുടെ അടുത്ത് സോഷ്യൽ മീഡിയ അഡിക്ഷൻ വേണ്ട, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കല്ലേ എന്ന് പറയുമ്പോൾ അവർക്ക് അതിന് പകരം ഒന്ന് വേണ്ടേ? അവരുടെ ഉള്ളിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന ആ ഒരു ക്രൗഡ് അവർക്കില്ല അല്ലെ. അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രീ ടൈം സ്പെൻഡ് ചെയ്യാൻ അവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല.
അതുകൊണ്ടാണ് അവർ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ റിസോർട്ട് ചെയ്യുന്നത്, അവിടെ അവർ അഭയം പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ അവരുടെ അടുത്ത് അത് പറ്റൂല, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാന്ന് പറയുമ്പം അവരോടുള്ള എമ്പതി അല്ലേ നമ്മൾ കാണിക്കേണ്ടത്. അപ്പൊ അവർക്ക് പകരം അവരോടുള്ള സ്നേഹം കാരുണ്യം കാണിക്കണമെങ്കിൽ അവർക്ക് പകരം എന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? അപ്പം പൊതുവെ നമ്മൾ എമ്പതിയുടെ ആൾക്കാരൊന്നും അല്ല, നമ്മൾ കിബറിന്റെ ആളുകളാണ്. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെയാണല്ലോ, നിങ്ങൾക്ക് എന്താ അങ്ങനെ ആയാലും, ഉമ്മ കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നത്, നീ എന്തിനാ ഇങ്ങനെ ടൈം വേസ്റ്റ് ആക്കുന്നില്ല, കിബറാണ് നമുക്ക്. നമ്മൾ ഈ ഉമ്മ കണ്ടില്ല ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്, നമ്മൾ പലപ്പോഴും മറന്നുപോകും. അതേപോലെ നമ്മൾ അധികാരത്തിന്റെ അതോറിറ്റിയുടെ ആളുകളാണ് അല്ലെ. നമ്മുടെ വിചാരം നമ്മളുടെ അധികാരത്തിലുള്ള എന്താണ്, ഞങ്ങൾ ഓൺ ചെയ്യുന്ന ആൾക്കാരാണ് അവരെന്നല്ലേ, നമ്മളാണ് അവരുടെ മാലിക്കുന്ന നമ്മളുടെ വിചാരം. അതുകൊണ്ട് തന്നെ അവർ നമ്മളെ അനുസരിച്ചോളണം എന്നാണ് നമ്മുടെ വിചാരം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് അവർ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളും നമുക്ക് വെറും അമാനത്തുകളുമാണ് അവരല്ലേ. നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട അമാനത്തുകളാണ്. അപ്പൊ ആ തിരിച്ചു കൊടുക്കുന്ന സമയത്തിനുള്ളിൽ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് അവരെ അല്ലെ നേർമാർഗത്തിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും അവരുടെ ഹൃദയത്തിൽ ഉള്ളതിനനുസരിച്ച് അവരെ ഗൈഡ് ചെയ്യും. ഓക്കെ, നമുക്ക് ആക്ച്വലി ഒരു ചാൻസ് അള്ളാഹ് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു അമാനത്ത് തന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളത് കീപ്പ് ചെയ്തിട്ട് എനിക്ക് തിരിച്ചു തന്നു, അല്ലെങ്കിലും അത് നല്ലതാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. അള്ളാഹ് എന്തായാലും അവരെ നോക്കും. ഓക്കെ, അവരുടെ ഹൃദയത്തിനുള്ളിൽ എവിടെയെങ്കിലും അവരുടെ ഫിത്ര കാരണം അവർക്ക് അള്ളാഹിനോടുള്ള ഒരു ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയും വേറെ പലരിലൂടെയും ചിലപ്പോൾ അള്ളാഹു അവരെ ഹിദായത്തിലേക്ക് എത്തിക്കും. പക്ഷെ ആർക്കാ അവിടെ നഷ്ടം? നമുക്കാ നഷ്ടം അല്ലെ. നമുക്ക് ആ പ്രതിഫലം വേണ്ടേ? നമുക്ക് അത്രയും ശ്രേഷ്ഠമായ ഇബാദത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടേ ഒരു പാക്കേജ് ആയിട്ട് അള്ളാഹ് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെച്ച് തന്നിട്ടും ഇല്ല, ആ ഇബാദത്ത് എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ആളുകളാകുമ്പോൾ നമ്മൾ എന്ത് നഷ്ടക്കാരാ അല്ലെ. അപ്പം അവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളുടെ ആ കിബറും നമ്മുടെ ആ അതോറിറ്റിയും ഒക്കെ നമ്മളങ്ങ് എടുത്ത് മാറ്റിവെക്കുക. ഓക്കെ, പകരം നമുക്ക് കമ്പാഷൻ കാണിക്കുക, എമ്പതി കാണിക്കുക. അവരെന്തുകൊണ്ടായിരിക്കും അല്ലെ, അവരെന്തുകൊണ്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണെങ്കിലും എന്ത് കാര്യത്തിൽ എന്തുകൊണ്ടാണ് അവർ അതിനകത്ത് അഡിക്റ്റഡ് ആവുന്നതെന്ന് ചിന്തിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം കമ്മിങ് ബാക്ക്, ഞാൻ പറഞ്ഞു വന്ന കാര്യം അതൊന്നുമല്ല. നമുക്കൊരു കോൺടെസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക നിങ്ങൾ കാരണം ഒരാളെങ്കിലും അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അവർ ഈ റേസിലേക്ക് എൻ്റർ ചെയ്യട്ടെ മെല്ലെ മെല്ലെ. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇതുപോലെ കുറേ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി പോകുമ്പോൾ വരും. നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുപോലെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ ദ്വാ ഉണ്ടാവുന്ന ഉറപ്പാണ്. അപ്പം നമ്മൾ സ്റ്റെപ്പ് നമ്മൾ എടുക്കുക. അപ്പൊ എല്ലാവരും നിങ്ങളുടെ വീട്ടിലെ ഒരു കുട്ടി അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ അല്ലെങ്കിൽ ഇനി കസിൻ ആയിട്ടുള്ള ഒരു കുട്ടീനെ കൊണ്ട് അത് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ജസ്റ്റ് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യാനുള്ളൂ. ആ ലിങ്കിനകത്ത് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിന് ആൻസർ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പ്രൈസസ് ഉണ്ടാവും ഇൻഷാ അല്ലാഹ് വിന്നർക്ക്. പിന്നെ നിങ്ങളുടെ വീട്ടിലെ ഇത് ടീനേജിനുള്ളതാണ് കേട്ടോ. ടീനേജ് കുട്ടികൾക്ക് ടീനേജ് ഗ്രൂപ്പിന് നെയിം ചെയ്യാനുള്ള കോൺടെസ്റ്റ് ആണ്. നിങ്ങളുടെ വീട്ടിൽ ടീനേജ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസിനെ കൊണ്ടെങ്കിലും നിങ്ങൾ കസിൻസിന്റെ മക്കളെ കൊണ്ടെങ്കിലും ചെയ്യിക്കുക. ഇനി കിഡ്സും യൂത്തും, അതായത് ചെറിയ കുട്ടികൾ ടീനേജിന്റെ പ്രായത്തിൽ താഴെയുള്ള 12 വയസ്സിന് താഴെയുള്ളതും 19 വയസ്സിന് മേലെയുള്ളവരും സബ്മിറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അവർ സബ്മിറ്റ് ചെയ്തോട്ടെ, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി മുന്നോട്ട് പോവാണ്. ഇത് ക്ലാസ്സിലും ഐഫോസിയുടെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഒന്നിച്ച് ചെയ്യാൻ പോവാണ്. ആരും ഒറ്റയ്ക്കല്ല. പലരെയും ഈ ഗ്രൂപ്പിലുള്ള പലരെയും പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് പല കാര്യങ്ങൾക്കും വേണ്ടി സപ്പോർട്ട് ചോദിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ എല്ലാവരും ഹെൽപ്പും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരിലേക്കും അതൊക്കെ എത്തും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് വേണം, അതുപോലെ മക്കളുടെ സപ്പോർട്ടും വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമ്മളുടെ ആക്ടിവിറ്റി, നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്ത ആക്ടിവിറ്റിനെ കുറിച്ച് ഒരു ചെറിയ റീക്യാപ്പ്, ഒന്ന് റിവ്യൂ നോക്കാം, അത് എങ്ങനെ പോയി എന്നുള്ളത്. ഓക്കെ, അൽഹംദുലില്ലാ. സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഇൻസൈറ്റ്സ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്, ഓരോരുത്തർ ഷെയർ ചെയ്ത കാര്യങ്ങൾ കേൾക്കുമ്പോൾ ആ ഒരു ലിസണിങ്ങിന്റെയും ഡയലോഗിന്റെയൊക്കെ ഇമ്പോർട്ടൻസ് നമ്മുടെ ജീവിതത്തിൽ എത്രയുണ്ടെന്ന്. കാരണം പലരും ആ ഒരു സ്റ്റൈലിൽ അതിന് പറഞ്ഞു. മുമ്പ് ഞാൻ എങ്ങനെയായിരുന്നു, ഈ ഒരു സ്റ്റെപ്പ് എടുത്തപ്പം എങ്ങനെ മാറി എന്നുള്ളത് എനിക്ക് ശരിക്കും ഓരോരുത്തർ പറഞ്ഞ ആ റിഫ്ലക്ഷനും കമന്റ് പറയണമെന്ന് ആഗ്രഹം തോന്നിപ്പോയിട്ടുണ്ട്. സത്യമായിട്ടും സുബ്ഹാനല്ലാഹ്, പലരും ഒരിക്കലൊരു 80% റിഫ്ലക്ഷൻസും തിരിച്ചൊരു കമന്റ് അർഹിക്കുന്ന റിഫ്ലക്ഷൻസ് ആയിരുന്നു. അത്രയും ഭംഗിയായിരുന്നു. കുറച്ച് ആൾക്കാർക്കൊക്കെ ഞാൻ പേഴ്സണൽ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ശരിക്കും അതിന്റെ ഒരു ആവശ്യം എന്തായിരുന്നു എന്ന്, അല്ലെങ്കിൽ നമ്മൾ ആ ലിസൺ ചെയ്യാത്തത് കൊണ്ട് എന്ത് ദോഷങ്ങളായിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്ന് തെളിയിക്കുന്ന ഒരു പെർഫോമൻസ് ആയിരുന്നു. ജസാക്കുമുല്ലാഹു ഖൈറ. പങ്കെടുക്കാത്തവർക്ക് ഇനിയും ചാൻസ് ഉണ്ട്. നമുക്ക് ഇനിയും ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. എല്ലാവരും പങ്കെടുക്കാൻ നോക്കാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ സ്ട്രെങ്ത് പറയുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പം ഈ ഒരു കാര്യത്തിൽ എനിക്ക് കുറേ റിഫ്ലക്ഷൻസ് കേട്ടതിൽ നിന്നും എനിക്ക് ബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവരണം എന്ന് തോന്നി. സോ അത് ഞാൻ ഷെയർ ചെയ്യാൻ ഇൻഷാ അല്ലാഹ്.
നമ്മൾ കുട്ടികളൊക്കെ നമ്മൾ കുടുംബത്തിലെ എല്ലാവരെയും നമ്മൾ ലിസൺ ചെയ്യാനൊക്കെ തീരുമാനിക്കുമ്പോൾ അല്ലെ, ഇനി മുതൽ ഞാൻ എല്ലാം ഒക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കും, അതിന് മറുപടി പറയും, അല്ലെങ്കിൽ ഒരു ഡയലോഗും ഞാൻ ആർഗ്യുമെന്റ് ആക്കി മാറ്റൂല, വാദപ്രതിവാദം നടത്തൂല, കറക്റ്റ് ആയിട്ട് കേട്ടിട്ട് മറുപടി കൊടുക്കും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവിടെ നമ്മൾ ചെറിയതായിട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ബാലൻസ്. അതായത് നമുക്ക് മിസ്സായി പോവും, നമ്മളോടും സ്കിപ്പായി പോവും. ഓക്കെ, നമ്മൾ മനുഷ്യന്മാരാണ് അല്ലെ, നമ്മൾ എത്ര ലിസൺ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ കൺട്രോൾ വിട്ടുപോകും. അപ്പം ഇവിടെ നമ്മളുടെ മോട്ടോ അല്ലെങ്കിൽ നമ്മുടെ തീം എന്ന് പറയുന്നത് എന്താ, കണ്ടിന്യൂറ്റി ആണ്. ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന ഫാമിലി സീരീസിൽ പറയുന്ന ഒരു എൽമും പുതിയതല്ല, ഒരുപാട് കാലങ്ങളായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൽമകൾ തന്നെയാണ് അല്ലെ. ഇപ്പോഴത്തെ പല കോഴ്സുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ലിസൺ ഡയലോഗ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്ക് മുന്നേ അറിയായിരുന്നു, മുന്നേയും നമ്മൾ പലതവണ ശ്രമിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷെ പലപ്പോഴും തോറ്റപ്പോൾ നമ്മൾ നിർത്തിയിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ ഒരൊറ്റ വ്യത്യാസം എന്താ, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ശ്രമിച്ച കാര്യമാണ്, അതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അല്ലെ, അറിവ് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുന്നു, നമ്മൾ ശ്രമം ഒന്നുകൂടെ നടത്തുന്നു. പക്ഷെ നമ്മൾ ഫെയിലായി പോയാൽ നിർത്തൂല, നമ്മൾ വീണ്ടും ചെയ്യും. നമ്മൾ കുട്ടികളുടെ അടുത്ത് നല്ല രീതിയിൽ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്നു, അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, രണ്ടാമത്തെ ദിവസവും ചോദിക്കുന്നു, മൂന്നാമത്തെ ദിവസവും ചോദിക്കുന്നു, സംസാരിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ പീരിയഡ്സ് ഇങ്ങോട്ട് വരികയാണ്, സുബ്ഹാനല്ലാഹ്. നാലാമത്തെ ദിവസം കുട്ടി ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഒരു കലിയൻ പുറത്തേക്ക് വരാനുണ്ട് അല്ലെ. സ്വാഭാവികമാണ്, നമ്മൾ പെണ്ണുങ്ങളല്ലേ അല്ലെ. അപ്പൊ അന്ന് നമ്മൾ അങ്ങോട്ട് പൊട്ടി തെറിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെൻഷൻ, അന്ന് ഹസ്ബൻഡിന്റെ അടുത്ത് എന്തെങ്കിലും ചീത്ത കേട്ട ദിവസമായിരിക്കും അല്ലെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും വിളിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞ ദിവസമായിരിക്കും, അത് മനസ്സ് കിടക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മളെ ശ്രദ്ധ അവിടെ കൊടുക്കാൻ പറ്റൂല അല്ലെ. നമ്മൾ റോബോട്ടുകളൊന്നും അല്ലല്ലോ, മനുഷ്യന്മാരല്ലേ, മലായിക്കത്തല്ലല്ലോ, മനുഷ്യന്മാരല്ലേ. ഓക്കെയാണ്, അതൊക്കെ ഓക്കെയാണ്. അപ്പൊ അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഞാൻ ലിസൺ ചെയ്യും, ഞാൻ പ്രശ്നം ഉണ്ടാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ഡയലോഗുകൾ ഉണ്ടാക്കും വീട്ടില്, പക്ഷേ എന്റെ കയ്യിൽ നിന്നും വിട്ടുപോകും. അപ്പം ആ കാര്യം മനസ്സിൽ വെക്കുക. കാരണം നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റേ ആ എക്സ്ട്രീമേ അറിയുള്ളൂ, പെർഫെക്ഷന്റെ എക്സ്ട്രീം. നമ്മൾ മനുഷ്യന്മാരാന്ന് എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഓർമ്മിപ്പിക്കുക. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഓർമ്മിപ്പിക്കേണ്ടത് മനുഷ്യന്മാരാന്ന്. അപ്പൊ അവിടെ ഇബ്ലീസ് കൊണ്ടുവരും, ഏതായാലും നിനക്ക് പാളിപ്പോയല്ലോ, ഇനി വിട്ടേക്ക്, അതിനെ നമ്മൾ നിന്ന് കൊടുക്കുക. ഞാൻ ഇനിയും ട്രൈ ചെയ്യും, ഒരു പ്രാവശ്യം പോയി, അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇനിയും ട്രൈ ചെയ്യും. ഓക്കെ, അപ്പം ഇതുപോലെ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന സമയമുണ്ടല്ലോ, നമ്മളെ ഇന്ന് മിസ്സായി പോണ, ചിലപ്പോൾ നമ്മളെ കുട്ടികളുടെ അടുത്ത് പൊട്ടിത്തെറിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ലിസൺ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സമയം എന്ന് പറയുന്നത് നമ്മളെ മക്കൾക്ക് ഒരു ചാൻസ് ആണ് അല്ലെ. അത് എന്റെ ഉമ്മയും ഒരു മനുഷ്യശ്രീയാണ് അല്ലെ. ഉമ്മക്കും എന്നെ പോലെ കേൾക്കപ്പെടാനുള്ള ആഗ്രഹങ്ങളുണ്ട്, ഉമ്മക്കും എന്നെ പോലെ ഷെയർ ചെയ്യാൻ കാര്യങ്ങളുണ്ട് അല്ലെ. ഉമ്മക്കും എന്റെ സപ്പോർട്ട് വേണം. അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമ്മളെ കഴിഞ്ഞ ദിവസം ആരോ സെമിറത്താന്ന് തോന്നുന്നു പറഞ്ഞത് അല്ലെ, ഗിവ് ആൻഡ് ടേക്ക് ആണ് അത്. നമ്മൾ കുട്ടികൾക്ക് ഇത്രയും നല്ല രീതിയിൽ സപ്പോർട്ട് കൊടുത്ത് അവരെ പഠിപ്പിച്ചല്ലോ, എങ്ങനെയാ ലെസൺ ചെയ്യാന്ന് നമ്മൾ പഠിപ്പിച്ചു. അപ്പൊ നമ്മളൊന്ന് ബ്രേക്ക് ഡൗൺ ആവുമ്പോൾ പിന്നെ അത് അവരുടെ സമയമാണ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എപ്പോഴും എപ്പോഴും അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവരെങ്ങനെയാ നമ്മളെ സപ്പോർട്ട് ചെയ്യാം? അവർക്ക് എങ്ങനെ അറിയാം ഇത് ഉമ്മനെ മനസ്സിലാക്കേണ്ട സമയമാണ്, അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് കേൾക്കേണ്ട സമയമാണ്? നമ്മളത് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ അല്ലെ. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുക, നമ്മൾ കാണിച്ചു കൊടുത്തോണ്ടേ ഇരിക്കുക. ഇടക്ക് നമുക്ക് മിസ്സാവുന്ന സമയത്ത് അവരതിനെ ടേക്ക് ഓവർ ചെയ്യും നല്ല ഭംഗിയായിട്ട്. നമ്മളെ മക്കളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, ഭയങ്കര എന്താ പറയാ, ഓരോ മക്കളും ഇപ്പം ഈ ഒരു ഇത് കോച്ചിങ് ഒക്കെ ചെയ്ത് തുടങ്ങിയ ശേഷം പല മക്കളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് ഓരോ മക്കളും ഓരോ അത്ഭുതങ്ങളായിട്ടാണ് തോന്നുന്നത്. സുബ്ഹാനല്ലാഹ്, സത്യമായിട്ടും പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ഈ സംഭവത്തിൽ വലിയ കാര്യത്തിൽ കോഴ്സസ് ഉണ്ട്, കുട്ടികളെ പഠിപ്പിക്കുന്നൊക്കെ പറയെങ്കിലും എനിക്ക് ഇപ്പോൾ റിയലൈസേഷൻ എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളിൽ നിന്ന് പഠിക്കാൻ പോവാണ് ഈ I4Cയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫാമിലി സീരീസിൽ നമ്മൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിലൂടെയും നമ്മൾക്ക് വരുന്ന ഓരോ മാറ്റത്തിലൂടെയും നമ്മൾ നമ്മളെ കുട്ടികളിൽ നിന്ന് പഠിക്കാൻ പോകണം. അവർ ഭയങ്കര സംഭവങ്ങളാണ് നമ്മളെ മക്കള്, ഭയങ്കര ചിന്തകളാണ് അവരുടെ ഉള്ളിലുള്ളത്, ഭയങ്കര സൊല്യൂഷൻസ് അവരുടെ ഉള്ളിലുള്ളത്. സുബ്ഹാനല്ലാഹ്. ഈ റിഫ്ലക്ഷന്റെ ഭാഗമായിട്ട് സെമിറത്ത് ഷെയർ ചെയ്ത ഒരു റിഫ്ലക്ഷനിൽ മോൻ ഒരു മീറ്റിംഗിൽ സംസാരിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായി. മൂപ്പര് എനിക്ക് പേഴ്സണൽ ആയിട്ട് ആ ഒരു വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നു സെമിറത്തോടെ അടുത്ത്, ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, സുബ്ഹാനല്ലാഹ്, ഞാൻ കൺക്ലൂഡ് ചെയ്ത് വെച്ച പോയിന്റ്സ് ആണ്. ആ മോൻ വെറും 5 മിനിറ്റ് കൊണ്ട് അവന്റെ സ്വന്തം ചിന്തയിൽ നിന്ന് എവിടെ നിന്നും പഠിച്ചിട്ടും വായിച്ചിട്ടൊന്നുമില്ല, അവൻ 5 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്തു. 16-17 വയസ്സുള്ള മോൻ. നമ്മളൊക്കെ എന്തിനു പറ്റൂലേ? സുബ്ഹാനല്ലാഹ്. അപ്പൊ അതാണ് നമ്മളുടെ മക്കൾ. നമ്മൾ അവർക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് അവരെ കുറ്റം പറയാനേ സമയം ഉണ്ടായിരുന്നുള്ളൂ, അവരെ നെഗറ്റീവ് സൈഡ് കാണാനേ നമുക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഞാനും ഇതുപോലെ
ചില സമയത്ത് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമുക്ക് എന്തായാലും നമ്മൾ മനുഷ്യന്മാരാണ്, പ്രശ്നങ്ങൾ ഉണ്ടാവും, വിഷമങ്ങൾ വരും, ടെൻഷൻസ് വരും. അപ്പം അൽഹംദുലില്ലാ അള്ളാന്റെ തൗഫീഖോട് കൂടി നമ്മളിപ്പം എല്ലാം അള്ളാന്റെ അടുത്ത് നേരിട്ട് പറയാനും നമ്മുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും പഠിച്ചിട്ടുണ്ട്. നമുക്ക് അൽഹംദുലില്ലാ ഒരാളടുത്തും പ്രശ്നം പറയാനില്ലെങ്കിലും ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റും നമുക്കറിയാം അല്ലെ. അൽഹംദുലില്ലാ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, കുറെ ആൾക്കാർക്ക് അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. പക്ഷെ എന്നാലും ചില സമയത്ത് ഞാൻ പർപ്പസ്ഫുള്ളി എൻ്റെ മോളെ വിളിക്കും, എന്നിട്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല, ഞാൻ പലതും ചിന്തിച്ചു നോക്കി. ഒന്നും വേണ്ട, അവൾ എനിക്ക് സൊല്യൂഷൻ ഒന്നും പറഞ്ഞു തരുന്നില്ല. അപ്പൊ അവൾ എൻ്റെ അടുത്ത് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് അത് സംസാരിക്കുമ്പോൾ ആക്ച്വലി നമ്മുടെയൊക്കെ പലരുടെയും പല പ്രശ്നങ്ങളും നമ്മളെ മനസ്സിലുള്ളത് നമ്മളിങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എഴുതുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻസ് വരും. അതാണ് ശരിക്കും നമ്മൾ അള്ളാന്റെ അടുത്ത് സംസാരിക്കുമ്പോഴും സംഭവിക്കുന്നത്. അള്ളാഹ് എനിക്ക് ഇങ്ങനെ തന്നെ പ്രോബ്ലം ഉണ്ട് നമ്മൾ അള്ളാന്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ ക്ലാരിറ്റി വരും. നമ്മളെല്ലാവരും നമ്മളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എക്വിപ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്ക് അള്ളാന്റെ അടുത്ത് സഹായം ചോദിച്ചിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും മാറും. അതാണ് അവിടുത്തെ തെറപ്പി, അവിടുത്തെ കൗൺസിലിംഗ്, അതാണ് അള്ളാഹു ആയിട്ടുള്ള. ഇതേ സംഭവം നമ്മളെ മക്കളെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് സഹോദരിയുടെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഇതിനെക്കുറിച്ച് നിന്റെ അടുത്തൊന്ന് സംസാരിക്കണം, സൊല്യൂഷൻ വേണമെന്ന് പോലും പറയണം, എനിക്ക് നിന്റെ അടുത്ത് ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം എന്നൊന്ന് പറഞ്ഞു നോക്കിയാൽ നമ്മൾ പുറത്തുള്ളവരുടെ അടുത്ത് പറയുന്നതിനെ കൊണ്ട് എന്തുകൊണ്ടും നല്ലതല്ലേ. ബിക്കോസ് ആ പുറത്തുള്ള ഒരാളെക്കാളും നമ്മളെ ഇവർക്ക് അറിയാം. പുറത്തുള്ള ആരായിക്കോട്ടെ, അത് നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, കൗൺസിലർ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള വ്യക്തികളായിക്കോട്ടെ, അള്ളാഹു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയുന്നത് നമ്മളെ വീട്ടിലുള്ളവർക്കാ. പക്ഷെ നമുക്ക് ആ വീട്ടിലുള്ളവരുമായിട്ട് ആ ഒരു റാപ്പോ ഇല്ല, ആ ഒരു ബന്ധം ഇല്ലല്ലേ നമുക്ക് സംസാരിക്കാൻ. കാരണം അവരുമായിട്ട് നമ്മൾ ഫുൾ ഫൈറ്റാണ്, അടിപിടി കച്ചറയാണ്. എങ്ങനെയാ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ വീട്ടിലുള്ളവരടുത്ത് പറയാ? നമ്മൾ ഇത് ബന്ധം അവരുമായിട്ട് അങ്ങനെയല്ലേ, സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അവരെ ലിസൺ ചെയ്യുന്നു, ഒക്കെ ശരി തന്നെ. പക്ഷെ ചില സമയത്ത് നമുക്ക് പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കൈവിട്ട് പോയി കഴിയുമ്പോൾ അവര് നമ്മളുടെ റോൾ ഏറ്റെടുക്കുന്ന രീതിയിൽ അവരുടെ അടുത്ത് ഉമ്മക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് മോളെ, ഉമ്മക്കിപ്പൊ നീ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ല, പക്ഷെ ഉമ്മക്ക് കുറച്ച് പറയാനുണ്ട്, അതൊന്നും നീ കേൾക്കുവോ? ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവരുടെ അടുത്ത് സൊല്യൂഷൻ വേണ്ടിയിട്ടല്ല, അള്ളാഹ് തരും നമുക്ക് സൊല്യൂഷൻ, നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ സൊല്യൂഷൻ കിട്ടും. പക്ഷെ അവരുണ്ടല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങും. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതേപോലെ നമ്മൾ ഇടക്ക് നമ്മൾ കുട്ടികളുടെ അടുത്ത് ഒച്ചയിടാണ്ടും ഇതാക്കാണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇതേപോലെ നമുക്ക് പീരിയഡ്സ് വരുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് സ്ക്രീം ചെയ്യുമില്ല, നമ്മൾ ഒച്ചയിടും അവരുടെ അടുത്ത്. സുബ്ഹാനല്ലാഹ്. ആ ഒച്ചയിടല് നമ്മളെ മക്കൾ കേട്ടിട്ടില്ലെങ്കിൽ അല്ലെ, നമ്മളുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോട്ടോ, അല്ല എപ്പോഴും അല്ല, നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ ആ ഒച്ചയിടല് നമ്മളെ മക്കൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പുറത്തു നിന്ന് ഒരാൾ ഒച്ചയിട്ട് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റൂല അല്ലേ. പക്ഷെ നമ്മൾ എന്താ പഠിച്ചു വെച്ചത്? അങ്ങനെയല്ല, ഒരു സ്ഥലത്ത് കയറി ചെല്ലേണ്ടതാണ്, അവിടുന്ന് അവള് ചീത്ത കേൾക്കേണ്ടതാണ്, അതുകൊണ്ട് ഞാൻ ഡെയിലി അവളെ ചീത്ത പറയട്ടെ. ആ മോഡലല്ലേ നമ്മൾ പഠിച്ചത് അല്ലേ? ഡെയിലി ഞാൻ അവളെ കൺട്രോൾ ചെയ്യട്ടെ, അപ്പോഴേ അവൾക്ക് അമ്മായിമ്മന്റെ കൺട്രോളിൽ നിൽക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ എന്താ തീരുമാനിച്ചു? എന്നാൽ പിന്നെ അങ്ങനെ ഒരു കൺട്രോളേ എനിക്ക് വേണ്ട, അമ്മായിമ്മനെ കൺട്രോൾ ചെയ്യേണ്ടെന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ. പക്ഷെ നമ്മൾ ആ ഒരു ബാലൻസ് നമ്മൾ കൊണ്ടുവന്നില്ല. നമ്മൾ ബാലൻസ് കൊണ്ടുവന്നില്ല. നമ്മൾ അവരെ ലിസൺ ചെയ്യേണ്ട സമയത്ത് ലിസൺ ചെയ്തിട്ട് നമ്മൾ മനുഷ്യ സഹജമായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകുമ്പോൾ അതിനെ ഒരു ചാൻസ് ആക്കി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഒരു ബാലൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. കുട്ടികൾക്ക് രണ്ടും പഠിക്കാൻ പറ്റും, ലിസൺ ചെയ്യുന്നതും പഠിക്കാൻ പറ്റും, ഇങ്ങനെ മറ്റുള്ളവർ അവർ നെഗറ്റീവ് ആകുമ്പോൾ അവരിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ നമ്മൾ ഓക്കെ, ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചു നോക്കാം, നമ്മൾ കുട്ടികളുടെ അടുത്ത് ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ കുട്ടികൾ പറയുന്നത് ലിസൺ ചെയ്തില്ല എന്ന് നോക്കുക. അപ്പൊ എന്നാ പിന്നെ അതൊക്കെ വളരെ നോർമലാണ്, അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്താൽ കുഴപ്പമില്ല, അങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത്? അല്ല, അത് തെറ്റ് തന്നെയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ കൈവിട്ടു പോവും, നമ്മൾ അവരെ ചീത്ത പറയും, പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ തെറ്റിനെ നമ്മൾ മെന്റ് ചെയ്യണം, നമ്മൾ അതിനെ എന്താണ് അതിന് നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. അതായത് കുട്ടികളുടെ അടുത്ത് സോറി പറയലാണെങ്കിൽ അത് ചെയ്യണം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് തൗബ ചെയ്ത് മടങ്ങലാണെങ്കിൽ അത് ചെയ്യണം. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടെ ഉള്ള ഒരു പാക്കേജ് ആണ് ഈ ഒരു സംഭവം എന്നുള്ളത് ഓർത്ത് വെക്കുക. അല്ലാതെ ഓക്കെ ടീച്ചർ കഴിഞ്ഞ ആഴ്ച ലിസൺ ചെയ്യാൻ പറഞ്ഞു, ഡയലോഗ് ആക്കാൻ പറഞ്ഞു, ഇനി മുതൽ അങ്ങോട്ടൊക്കെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്, നമ്മൾ ഫുള്ള് ഡയലോഗാണ്, ഫുള്ള് ലിസണിങ് ആണെന്ന് വിചാരിച്ചിട്ട് കാര്യമേ ഇല്ല. ഇതിനകത്ത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് കൈവിട്ട് പോകും. പക്ഷെ കൈവിട്ട് പോകുന്ന കാര്യങ്ങൾ അത് എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യണമെന്ന് തീരുമാനിക്കുക, ആ രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ഇമോഷന്റെ പേരിലാണെങ്കിലും നമ്മൾ അവരെ ഒച്ചയിട്ടാല്, നമ്മൾ ചീത്ത പറഞ്ഞാല്, അത് കുട്ടികളല്ല ഹസ്ബൻഡ് ആണെങ്കിലും ആരാണെങ്കിലും അത് തെറ്റ് തന്നെയാണെന്ന് മനസ്സിലാക്കുക. അവരുടെ അടുത്ത് അത് ഒറ്റയ്ക്ക് മാറി ഇരുന്നിട്ട് സോറി കേട്ടോ ഉമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് നീ ക്ഷമിക്കണം, എന്നിട്ട് അള്ളാന്റെ അടുത്തും അത് പറഞ്ഞ് തൗബ ചെയ്ത് മടങ്ങുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ഫീലിംഗ് അത്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. മാത്രമല്ല ഞാൻ ചിലപ്പോൾ നമ്മൾ പലരും സോറി പറയുന്നവരായിരിക്കും, പക്ഷെ അതിനെ സീരിയസ് ആയിട്ട് എടുത്ത് തൗബ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം അതും കൂടെ നമ്മൾ അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോണ്ടല്ലോ പിന്നത്തെ ചാൻസിൽ നമ്മളെ മനസ്സിൽ അത് ഓർമ്മ വരും,
പഠിച്ചോന് തൗബക്കുള്ള ഒരു കാര്യമാണ്. കുട്ടികളുടെ അടുത്ത് സോറി പറയില്ല, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് സോറി പറയില്ല, നമുക്ക് അത്ര വലിയ വിഷയം ഉണ്ടാവില്ല. പക്ഷെ തൗബ എന്ന് പറയുന്നതില് നമുക്ക് അങ്ങോട്ട് ഉന്തി തള്ളി കയറ്റിയാലും കയറാത്തൊരു സംഭവമാണ്. സുബ്ഹാനല്ലാഹ്. ഒരു പ്രാവശ്യം അതിന് നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ പിറ്റത്തെ പ്രാവശ്യം നമ്മൾ കുറച്ചധികം ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓക്കെ, അള്ളാഹു ഇങ്ങനത്തെ കുറേ ടൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അപ്പം ഇവിടെ ബാലൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഫെയിൽ ആവുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും സോറിയൊക്കെ പറഞ്ഞ് തൗബയൊക്കെ ചെയ്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ട്രൈയിങ് കൺസിസ്റ്റന്റ് ആയിട്ട് ട്രൈ ചെയ്യലാണ് ഇവിടുത്തെ ബാലൻസ് എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ലിസണിങ്ങും പഠിച്ചു, ഡയലോഗും പഠിച്ചു, നാളെ മുതൽ കംപ്ലീറ്റ് ലിസണിങ് ആണെന്ന് നടക്കാൻ പോണില്ല. ഓക്കെ, ആ ഒരു പെർഫെക്ഷൻ എന്ന് കുറച്ചൊന്ന് താഴോട്ട് നമുക്ക് ഇറങ്ങണം, ബാലൻസ് വരണം. അപ്പോഴേ കാര്യങ്ങൾ എളുപ്പമുണ്ടാവുള്ളൂ. ഇനി കുട്ടികളുടെ സൈഡിലുള്ള ഒരു ബാലൻസ് ഞാൻ പറയാം. ഇപ്പം മാഷാഅല്ലാഹ് പലരുടെയും എക്സാമ്പിളിൽ സുബ്ഹാനല്ലാഹ് അവര് അല്ലെ, ഞാൻ ഇതുവരെ ഇങ്ങനെയായിരുന്നു സംസാരിക്കാറ്, അപ്പൊ എന്റെ കുട്ടി ഇങ്ങനെയായിരുന്നു, പക്ഷെ ഞാൻ അപ്രോച്ച് മാറ്റിയപ്പോൾ മാഷാഅല്ലാഹ് അനുസരിച്ചു എന്നുള്ള പോലെ പറയണ്ടായി. അൽഹംദുലില്ലാ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് സൈനാണ്, ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നമുക്ക് മുന്നോട്ട് പോകാൻ. പക്ഷെ അവിടെയും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരുടെ ഈ ചേഞ്ച് എന്ന് പറയുന്നത് 100% ഒന്നും അല്ല. ഓക്കെ, അവരിപ്പോ മേ ബി ഒരു എക്സാമ്പിൾ പറയാം, ഹിജാബ് കറക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മളൊന്ന് സ്നേഹത്തോടു കൂടി പറഞ്ഞപ്പം ഓക്കെ എന്റെ കുട്ടി നല്ല രീതിയിൽ ഹിജാബ് കിട്ടുപോയി. പക്ഷെ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ട് ജീവിതത്തിൽ ഒരിക്കലും അവൾ പഴയതുപോലെ ഹിജാബ് ഇടൂല എന്നല്ല കേട്ടോ. ആ ഒരു സത്യം, ആ ഒരു റിയാലിറ്റി നമ്മൾ ഉൾക്കൊള്ളണം. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ ഇന്ന് പറഞ്ഞപ്പം അവളൊക്കെ ശരിക്കും മാറിയിട്ടുണ്ടാവും. നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞപ്പോൾ അവർക്ക് ഒരു അനുസരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് 100% അനുസരണയല്ല എന്ന് മനസ്സിലാക്കുക. കാരണം എന്താന്ന് വെച്ചാല് അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മെയിൻ അജണ്ടയൊന്നും അല്ല. ദീൻ എന്ന് പറയുന്നത് നമുക്ക് മെയിൻ അജണ്ടയാണ് ദീൻ. അതുകൊണ്ടാണ് നമ്മൾ അവരുടെ അടുത്ത് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ദീനും വിശ്വാസവും അമലും ഒന്നും അവരെ മെയിൻ അജണ്ട ആയിട്ട് മാറിയിട്ടില്ല. മാറിയ കുട്ടികൾ അൽഹംദുലില്ലാഹ് ഖൈർ, എല്ലാവരുടെയും ഒന്നും മാറിയിട്ടില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അവര് ഈ തട്ടമൊന്നും മര്യാദയ്ക്ക്, ഞാൻ തട്ടിടുന്നത് എക്സാമ്പിൾ ആയിട്ട് എടുത്തോന്നേ ഉള്ളൂ. എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ മക്കളുടെ അടുത്ത് പറയുന്നത്, ഇവർ ഈ തട്ടമൊന്നും മര്യാദയ്ക്ക് ഇടാത്തത് അത് നമ്മൾ അവരുടെ അടുത്ത് സ്നേഹത്തോടു കൂടി പറയാത്തോണ്ട് മാത്രമൊന്നും അല്ല, വേറെയും റീസൺസ് ഉണ്ട് അതിന്, അല്ലെ? ആ റീസൺസ് ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അത് പുറമേയുള്ള അവർക്ക് കിട്ടുന്ന ടെംപ്റ്റേഷൻസ് ആവാം, അല്ലെ, സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആവാം, അതൊക്കെ അപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അതിൽ ഒരു റീസണേ ഇപ്പൊ മാറിയിട്ടുള്ളൂ, എന്ത്? നമ്മളുടെ സംസാരം എന്ന് പറയുന്നത്, അല്ലെ? അപ്പം അവര് ആ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യാൻ ഇനിയും റീസൺസ് അവിടെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്കെല്ലാം ഇങ്ങനെ സ്വിച്ച് ഇട്ടാ നടക്കുന്ന പോലെ, ഞാൻ നല്ലപോലെ സംസാരിക്കാൻ തുടങ്ങിയല്ലോ, എന്നിട്ടും എന്താ എന്റെ കുട്ടി ഇങ്ങനെ, അതുകൊണ്ട് അത് നിർത്തി. അങ്ങനെയല്ല, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്തേ മതിയാവും. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് അവര് വെറൈറ്റീസ് ആണ്. അവരെന്നല്ല നമ്മളും ഒക്കെ വെറൈറ്റീസാ. ഒരു ടൈപ്പും 2 ടൈപ്പും ഒന്നല്ല, ഒരുപാട് ടൈപ്പുകളുണ്ട്. ചിലപ്പോൾ നമുക്ക് 4 മക്കളോ 5 മക്കളോ ഉള്ളതിൽ ഒന്നിനോട് പറഞ്ഞ ഒരു കാര്യം അതേ ടോണിൽ വേറൊന്നിനോട് പറഞ്ഞാൽ നടക്കാനേ പോകില്ല. കാരണം അത് വേറെ വെറൈറ്റിയാ. സുബ്ഹാനല്ലാഹ്. അപ്പൊ കുട്ടികൾ വെറൈറ്റീസ് ആണ്, നമ്മൾ മനുഷ്യന്മാരും വെറൈറ്റീസ് ആണ്. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഈ അജണ്ടയുടെ കാര്യം പറഞ്ഞല്ലോ, അവരുടെ കാര്യത്തിൽ ഇത് മെയിൻ അജണ്ടയല്ലാണ്. ഇപ്പം നമ്മൾ ഈ ഫാമിലി സീരീസിന്റെ ഗ്രൂപ്പിന്റെ കാര്യം എടുത്തു നോക്കാം. നമുക്കിപ്പം അൽഹംദുലില്ലാഹ് അള്ളാന്റെ തൗഫീഖോട് കൂടി 2 ഗ്രൂപ്പുണ്ട്. 2 ഗ്രൂപ്പിലും കൂടെ ഏകദേശം എനിക്കൊന്ന് ഒരു 1800 മേലെ ആൾക്കാരുണ്ട്. ഇതിനകത്ത് ഒരു ജോയിൻ ചെയ്ത 70% ആളുകളും അവരുടെ ജീവിതത്തിന്റെ കോർ ഇഷ്യൂ ആണ് കുട്ടികളും ഫാമിലിയും. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്തതാ, അല്ലാണ്ട് എവിടുന്നോ ഒഴുകി എത്തിയവരൊന്നും അല്ല, എന്തോ വെറുതെ ആരോ തള്ളിക്കയറ്റിയതുകൊണ്ട് വന്നതൊന്നും അല്ല. ആ ഒരു കോർ ഇഷ്യൂ ആയതുകൊണ്ട് തന്നെ വന്നവരാണ്, അല്ലെ? പക്ഷേ ഇതിനകത്ത് ഈ 1900-നകത്ത് എത്ര പേര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ട്? ഇപ്പം ലൈവ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ 248 പേര്, അല്ലെ? എത്ര പേര് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്? എത്ര പേര് റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്? പലരും റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം അവർക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉള്ളതായിട്ട് തന്നെ അറിയില്ല. അവരവിടെ ഗ്രൂപ്പ് കയറി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന കേൾക്കുന്നു കുട്ടികളെ വളർത്തുന്നതിനെ പറ്റി. എന്നാ പിന്നെ ഞാനും പറഞ്ഞേക്കാം മോഡലാണ് പലരും പറയുന്നത്. അതിൽ അവർ ക്ലാസ് ഉള്ള കാര്യം പോലും അറിഞ്ഞിട്ടില്ല. ക്ലാസ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ടാണ് അതപ്പൊ ഇങ്ങനെ? കാരണം നിങ്ങൾ എല്ലാവരുടെയും ഇവിടെ ഈ ഞാൻ പറഞ്ഞ 1800-900 ആൾക്കാരുടെ 70% പേരുടെയും മെയിൻ അജണ്ട, കോർ അജണ്ട ഇതാണ്. കുട്ടികളും കുടുംബവും നന്നാവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ കയറിയ അത്രയും സീരിയസ് ആയിട്ട് അതിനെ എടുത്തിട്ട് പോലും ഒരു 10, 20, 30% പോലും ആൾക്കാർ ക്ലാസ് കേൾക്കുന്നില്ല, റിഫ്ലക്ഷൻസ് ഷെയർ ചെയ്യുന്നില്ല, അല്ലെ? ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാ?
ഫസ്റ്റ് റീസൺ വെറൈറ്റീസാ. നമ്മളെല്ലാവരും വെറൈറ്റിയാ, ഓരോരുത്തരും ഓരോ ടൈപ്പാ. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഒരു കാര്യം ഒരേപോലെ അല്ല പിക്ക് ചെയ്യുന്നതും പ്രോസസ്സ് ചെയ്യുന്നതും. ഓരോരുത്തരുടെ ബ്രെയിനും ഓരോരുത്തരുടെ ചിന്തകളും വേറെ വേറെ ഡയറക്ഷനിലാണ് പോയിക്കൊണ്ട്. അള്ളാഹ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളെ. നമ്മൾ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് വേറെയാ, നമ്മൾ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ വേറെയാ. അങ്ങനെ തന്നെയാണ് നമ്മുടെ മക്കളുടെയും. നമ്മളെ മക്കളുടെ അടുത്ത് പറയില്ലേ, നിനക്കും അവക്കും അല്ലെങ്കിൽ നിനക്കും അവനും ഒരേപോലെയല്ലേ ഞങ്ങൾ തരുന്നത്, ഭക്ഷണം ഒരുപോലെയല്ലേ തരുന്നത്, സ്കൂൾ ഒരുപോലെയല്ലേ തരുന്നത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ? നീ അവനെ പോലെയല്ല അവള്, അല്ലെങ്കിൽ ഇത്താത്തനെ പോലെയല്ല അനിയത്തി. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ വെറൈറ്റീസ്, നമുക്ക് ഇത്രയും സീരിയസ് ആയിട്ട് ഈ ഒരു കാര്യത്തിന് വന്നിട്ട് പോലും നമ്മളുടെ ഇടയിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ട് അല്ലേ? അപ്പൊ നമ്മളെ മക്കളോ, അവർക്ക് വെറൈറ്റി ആവാൻ പാടില്ല. നമ്മൾ ഒരു വീട്ടിൽ നിന്നും ഒരേപോലെ ചോറ് കൊടുത്താൽ എല്ലാവരും ഒരേപോലെ പെരുമാറണോ? ഒരിക്കലും നടക്കാൻ പോണില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം അവർ ഫുള്ള് പിക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഒന്നെങ്കിൽ പറഞ്ഞ സ്റ്റൈല് നമ്മൾ മാറ്റാനുള്ള സമയമായിട്ടുണ്ട്, അവർക്കത് വർക്ക് ആവില്ല എന്ന്. ഓക്കെ, അല്ലെങ്കിൽ പറയേണ്ട സമയം ശരിയല്ല എന്ന്. ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ചേഞ്ച് കൊണ്ടുവരണം എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ ഞാൻ പറഞ്ഞത് ഈ രണ്ടാമത്തെ കാര്യം, ഈ ഈ ഒരു സംഭവത്തിൽ ഞാൻ പറഞ്ഞു, എല്ലാവരും റെസ്പോണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മളെ ഈ ഗ്രൂപ്പിൽ തന്നെ എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പലരും ബിസിയാണ് അല്ലെ, പലരും പല കാര്യങ്ങളിൽ ബിസിയാണ്. പലർക്കും ഇത് മെയിൻ അജണ്ട അല്ലാത്തവരും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ചിട്ട് അതൊരു പാപമാണോ? ഒരിക്കലും അല്ലല്ലേ. ഈ ഗ്രൂപ്പിൽ കയറിയിട്ട് ഈ ക്ലാസ്സസ് കേട്ടില്ല എന്ന് വെച്ചാൽ അതൊരു വലിയൊരു പാപമൊന്നുമല്ല. അതുകൊണ്ട് അവരൊരിക്കലും നേർവഴിയിലാവില്ല എന്നുമല്ല. കാരണം ചിലപ്പം അവർ ഇതിനേക്കാളും വലിയ എന്തോ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും ദീനിനു വേണ്ടി, അത്രയും ബിസി ആയിരിക്കും. അവരുടെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ, ഇപ്പം ബാനു ടീച്ചർ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ, നമ്മളെ നിസ്കാരം കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സെറ്റാക്കും. പിന്നെ അങ്ങോട്ട് അള്ളയാണ് നമ്മളെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇവിടെ കയറി എല്ലാം ചെയ്യാത്ത എല്ലാവരും മോശക്കാരൊന്നും അല്ല. അവർ ചിലപ്പം അവരുടേതായ ട്രാക്കിൽ വേറൊരു രീതിയിൽ അള്ളാഹിനോട് അടുക്കുന്നുണ്ടാവും. നമ്മളെ മക്കള് നമ്മൾ പറഞ്ഞ ട്രാക്കിലേക്ക് കയറിയിട്ടില്ല എന്ന് വെച്ചിട്ട് അവർ മോശക്കാരൊന്നും ആയിക്കൊള്ളണമെന്നില്ല. അവർ ചിലപ്പം അവർക്ക് അള്ളാഹുമായിട്ട് വേറൊരു ട്രാക്കിലുള്ള അടുപ്പുണ്ടാവും. എന്ന് വെച്ചിട്ട് നമ്മുടെ ഭാഗത്ത് ചെയ്യാതിരിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ പല ചിന്തകൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുമ്പോണ്ടല്ലോ, ഇത് ഞാൻ എന്തിനാ ഇത്രയും പറയുന്നത് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് ഈസി ആവും മുന്നോട്ട് പോകുമ്പോൾ. ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചിന്തകൾ വരും. ശരിയാണ്, നമ്മൾ മക്കളെ ഡീൽ ചെയ്യുമ്പോൾ ഇവരെല്ലാം ഒരുപോലെയല്ല, അല്ലെങ്കിൽ ഇവരപ്പോ ഞാൻ പറഞ്ഞ വഴി കൂടെ തന്നെ നന്നായിക്കൊള്ളണം എന്നൊന്നുമില്ല. ഞാൻ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് പക്ഷെ അത് മനസ്സിലുണ്ടായി അവർ വേറെ ഏതെങ്കിലും ഒരു സമയത്ത് വേറെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ പിക്ക് ചെയ്തോളൂ. പക്ഷെ എന്റെ ഭാഗത്ത് ഞാൻ ചെയ്യണം അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്, ഇപ്പം ഈ ഗ്രൂപ്പിൽ തന്നെ മൂന്നാമത് ആളുകൾ ആക്റ്റീവ് അല്ലാത്തതിന്റെ മൂന്നാമത്തെ ഒരു റീസൺ ഇതായിരിക്കാം. അവർക്ക് പലതരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. അവർക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ്. ഇപ്പൊ ഇന്നലെ പലരും പറഞ്ഞു തുടങ്ങിയപ്പം എനിക്ക് ഇതിൽ എങ്ങനെ തുടങ്ങും എന്നറിയില്ലായിരുന്നു, ഇങ്ങനെ പറയും എന്നറിയില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. പിന്നെ സമയത്തിന്റെ പ്രശ്നം ഉണ്ടാവും. അതുപോലെ പല പല കാര്യങ്ങളും അവരെ തടയുന്നുണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മളെ മക്കളുടെ അടുത്ത് നമ്മളൊരു കാര്യം പറഞ്ഞാൽ അവർ ഇന്ന് ചെയ്യും, ചിലപ്പോൾ നാളെ അവർക്ക് വേറൊരു ഇൻഫ്ലുവൻസ് വരും. സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസ് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഉണ്ടാവും ഷോൾ ഒരു പുതിയ സ്റ്റൈലിൽ ചുറ്റിയിട്ട് വന്നിന്, അപ്പോൾ അത് ട്രൈ ചെയ്യാന്നായിരിക്കും. എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് അവർക്ക് വരും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെക്കുക. അതുകൊണ്ട് ഇന്ന് ഞാൻ അങ്ങോട്ട് ഇതാക്കി നാളെ അവർ ഫുൾ പെർഫെക്റ്റ് ആയി എന്ന് ആരും വിചാരിക്കേണ്ട. അപ്പം അവര് നമ്മൾ പറയുന്നതിനെതിരെ നമ്മൾ എത്ര ലിസൺ ചെയ്താലും, നമ്മൾ എത്ര സ്നേഹത്തോടു കൂടി പറഞ്ഞാലും അവർ നമുക്കെതിരെ പോവും. അവരുടെ ഇടയിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, അവരുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രശ്നങ്ങളുണ്ട്, അവർക്ക് ഇതിനേക്കാളും വലിയ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്. കാരണം നമ്മൾ അവർക്ക് ഇതുവരെ ദീനനെ അവരുടെ കോറാക്കി മാറ്റി കൊടുത്തിട്ടില്ല. അവരെ മെയിൻ അജണ്ട ആക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെ അല്ലെ. അവരുടെ മെയിൻ അജണ്ട അല്ലാത്തിടത്തോളം കാലം അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഞാൻ നല്ല സ്നേഹത്തോടു കൂടി പറഞ്ഞല്ലോ, അതുകൊണ്ട് നാളെ തന്നെ എൻ്റെ കുട്ടി നന്നായി, മറ്റന്നാൾ എന്താ കുട്ടി പിന്നെയും ബെടുക്കായതെന്നും വിചാരിച്ചിട്ട് ആരും നിർത്തണ്ട. ഓക്കെ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. റിസൾട്ട് വരും. റിസൾട്ട് തരുന്നത് റബ്ബാണ്, അത് അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കുക. സുബ്ഹാനല്ലാഹ്. ഇനി ഒരൊറ്റ പോയിന്റും കൂടി ഇതിൽ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ കോർ എന്ന് പറയുന്നത് നമ്മൾ ഇത് ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിർത്താതെ ശ്രമിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ റിഫ്ലക്ഷനിൽ ആരോ സമാധാനത്തിന്റെ കാര്യം പറയുന്നു. അത് ഞാൻ മാറ്റി പറഞ്ഞിട്ടും കുട്ടിക്ക് വലിയ മാറ്റമൊന്നുമില്ല, പക്ഷെ എനിക്ക് നല്ല സമാധാനമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് അതിന്റെ എല്ലാം. ഓക്കെ, അതിന്റെ അന്തസത്ത എന്ന് പറയുന്നത് അതാണ്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയാം, ഈ ഒരു സമാധാനത്തിന്. അതായത് മക്കളുടെ അടുത്ത് നമ്മൾ ഫുൾ ടൈം ഒച്ചയിട്ട് ബഹളമായിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി നടക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി സമാധാനത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ട്രാക്കിലാവും. നമുക്ക് സമാധാനമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കാൻ പറ്റും. പക്ഷെ ഇബ്ലീസിന് ഇത് ഇഷ്ടമല്ല.
നമ്മളെങ്ങാനും ചിന്തിച്ചും നല്ല രീതിയിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയാൽ മൂപ്പർക്ക് പ്രശ്നമല്ലോ. അതുകൊണ്ട് മൂപ്പർക്ക് ഏറ്റവും ഇഷ്ടം നമ്മൾ കുട്ടികളും വീട്ടുകാരൊക്കെ ഒച്ചയും ബഹളവും പ്രശ്നം ഉണ്ടാക്കി നടക്കാൻ വേണ്ടിയിട്ടാണ്. മൂപ്പർ അതുകൊണ്ട് അത് ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മുടെ എല്ലാ ഇബാദത്തുകളും അതിനെ ബാധിക്കും, നമ്മുടെ ദ്വാകളെ ബാധിക്കും, എല്ലാം ബാധിക്കും. നമുക്ക് ശരിയായിട്ട് ചിന്തിക്കാൻ പറ്റില്ല, ശരിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരു വലിച്ചു വെച്ച റബ്ബർ ബാൻഡ് പോലെയാണ് നമ്മളുടെ അവസ്ഥ. നമ്മുടെ ദ്വാകളെ പോലെ അത് ബാധിക്കും. അതായത് എങ്ങനെ ബാധിക്കും എന്ന് വെച്ചാൽ, നമ്മൾ ഇതുപോലെ പ്രശ്നങ്ങളും സമാധാനക്കേടുമായിട്ട് വീട്ടിൽ കുട്ടികളായിട്ട് ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി നടക്കുന്ന സമയത്ത് നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട്. അപ്പോഴും നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട്. അപ്പം എന്തായിരിക്കും റബ്ബന ഹബ്ലന അസ്വാജന, അത്രേ ഉണ്ടാവുള്ളൂ. റബ്ബന ഹബ്ലന അസ്വാജന മുഴുവനാക്കാന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു എന്താ പറയാ, നാവ് കൊണ്ടുള്ള ദ്വാ ആയിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു കാര്യം ശരിക്കും പീസ്ഫുൾ ആയിട്ട് കുട്ടികളുടെ അടുത്ത് അത് പറഞ്ഞ് എന്നിട്ടും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിന്റെ അടുത്ത് നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് പറയാം, റബ്ബേ ഞാൻ ഇങ്ങനെ ശ്രമിച്ചു നോക്കി, പറ്റുന്നില്ല, എന്റെ കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് റബ്ബേ, അല്ലെങ്കിൽ ഞാൻ ഈ കാര്യത്തിന് എങ്ങനെയാണ് റബ്ബേ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഓരോ ഡീറ്റെയിലേക്ക് ഇറങ്ങും. കാരണം നമുക്ക് സമാധാനം ഉണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. റബ്ബ് ഉത്തരം തരും, നമുക്കത് ശ്രമിക്കാം. വീണ്ടും നമുക്ക് ഫെയിലായ വീണ്ടും റബ്ബിന്റെ അടുത്തേക്ക് പോവാം. അതിങ്ങനെ ആ ഒരു എന്താ പറയുക, ഒരു പ്രൊജക്ട് പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ നമ്മൾ ആ സമാധാനം എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഒച്ചയും വിളി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ അപ്പോഴും കുട്ടികൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ടാവും. ഒരു ജനറൽ ആയിട്ട് ബ്ലാൻഡ് ആയിട്ട് ഒരു ഡീറ്റെയിലും ഇല്ലാണ്ട് അള്ളാഹ് വേണമെങ്കിൽ തന്നോട്ടെ എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്. പക്ഷെ അള്ളാഹ് നമ്മളുണ്ടല്ലോ, ഓരോ കുഞ്ഞു ഡീറ്റെയിലും അള്ളാഹിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചാൽ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ, കുട്ടികളെ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിന്റെ കാര്യത്തിൽ നമ്മൾ ഓരോ കുഞ്ഞു ഡീറ്റെയിലും ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് മറുപടി തരും. അള്ളാഹ് നമുക്ക് ഹിദായത്ത് തരും. ഓക്കെ, നമ്മളുടെ ഓരോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമിനും ഓരോ ദിവസവും ഓരോ 2 നമസ്കാരങ്ങളുടെ ഇടയിലും അള്ളാഹിന്റെ ഉത്തരം നമുക്ക് കിട്ടും. നമ്മളെടുക്കുന്ന ഓരോ സ്റ്റെപ്പും മാഷാ അള്ളാഹ് മുമ്പത്തതിനേക്കാൾ ബെറ്റർ ആവും. പക്ഷെ നമുക്കതിന് പറ്റൂല എന്നുണ്ടെങ്കിൽ, നമ്മളെ മനസ്സാകെ ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മളെ മനസ്സാകെ വലിച്ചു വെച്ച് ലാസ്റ്റിക് പോലെ ആണെങ്കിൽ, അപ്പം നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ടാവും എന്തോ ഒരു ദ്വാ അല്ലെ, ആർക്കോ വേണ്ടിയിട്ടുള്ള ഒരു ദ്വാ. നമ്മൾ ചോദിക്കും, ഞാൻ എത്ര കാലമായി എന്റെ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത്, മതിയോ? ആ ദ്വാ മതിയോ നമുക്ക്? അത് പോരല്ലേ, നമുക്ക് എക്സ്പേർട്സ് ആവണ്ടേ, നമുക്ക് ഏറ്റവും ടോപ്പ് ആവണ്ടേ, ഏറ്റവും ബെസ്റ്റ് പാരൻസും ഏറ്റവും ബെസ്റ്റ് മക്കളും വേണ്ടേ നമുക്ക്, അല്ലെ? നാളത്തെ സമൂഹത്തിന് നമ്മൾ അന്ന് സ്വപ്നം കണ്ട പോലെ ആ വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഫലം കൊടുക്കുന്ന തണൽ കൊടുക്കുന്ന മരങ്ങളല്ലേ നമുക്ക് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് എത്രത്തോളം ക്ഷമ വേണം, അല്ലെ? എത്രത്തോളം നമ്മൾ ചിന്തിക്കണം. അതിന് നമുക്ക് അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമുക്ക് സമാധാനം വേണം. ആ സമാധാനത്തിന് നമ്മൾ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നടക്കൂല. ഓക്കെ, അപ്പം അതിനെ കാര്യങ്ങളൊക്കെ, ഈ ഒരു ചേഞ്ചിനെയൊക്കെ നമ്മൾ എന്താക്കുക, പെർസ്പെക്റ്റീവിൽ കാണാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ വരുമ്പം, നമ്മൾ ആ കുട്ടികളുടെ അടുത്ത് ആ രീതിയിൽ സംസാരിക്കുമ്പം അതിന് കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നമ്മളടുത്ത്. എന്നിട്ട് പറയാ, കൺസിസ്റ്റൻസി, അതിനെ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇസ്തിഖാമത്ത് ഉണ്ടെങ്കിലേ റിസൾട്ട് വരുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. ഇന്ന് പ്രവർത്തിച്ച് നാളെ റിസൾട്ട് ഉണ്ടാക്കുന്ന കാര്യം നമ്മുടെ സിസ്റ്റത്തിനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മുടെ ഒരു മെമ്മറിയിലും അത് വേണ്ട, എല്ലാ മെമ്മറിയിൽ നിന്ന് അത് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇന്ന് പറഞ്ഞ് നാളെ പ്രവർത്തിച്ച് മറ്റന്നാൾ കാര്യങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുന്ന കാര്യം. ഓക്കെ, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, സഅയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ സഅയിനാണ് പ്രതിഫലം. നമുക്കിതൊക്കെ ഇബാദത്താണ്. ഓക്കെ, ആ ഒരു മോഡിലേക്ക് എല്ലാവരും എത്താൻ ശ്രമിക്കാം. അൽഹംദുലില്ലാഹ്. അപ്പം അതാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റിന്റെ റിവ്യൂ. എല്ലാവർക്കും ഹെൽപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പുതിയ ആക്ടിവിറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞ ഫാമിലി ഇന്ററാക്ഷൻസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ലിസണിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? നമ്മൾ കുറച്ച് സംസാരിക്കുന്നവരാവണം എന്നുള്ള രീതിയിൽ. സുബ്ഹാനല്ലാഹ്, സഹീഹ് ബുഖാരിയിലും തിർമിദിയിലൊക്കെ വന്ന 2 റിപ്പോർട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലേ? ആര് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവോ അവര് നല്ല വാക്ക് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അതേപോലെ മൻ സമത നജ, ആര് സൈലന്റ് ആയിരിക്കുന്നു അവര് രക്ഷപ്പെട്ടു, അല്ലെ? അവര് സേവ്ഡ് ആണെന്ന്. സുബ്ഹാനല്ലാഹ്. ഇതേപോലെ അനാവശ്യമായി സംസാരിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ നമ്മുടെ നാവിനെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ തന്നെ എടുത്തിട്ടുണ്ട്, അല്ലെ? ഇപ്പൊ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 5-8 ക്ലാസ്സുകൾ അതിനെക്കുറിച്ച് എടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതിനെക്കുറിച്ച് ഒരു സെഷൻ എനിക്ക് ഓർമ്മയില്ല അത് എപ്പോഴാണ് എടുത്തത്, അതിന്റെ റെക്കോർഡിംഗ് നോക്കിയിട്ട് കാണുന്നില്ല. അതായത് നമ്മൾ നാവിനെ എങ്ങനെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പോയിന്റ്സ്, ഏകദേശം ഒരു 12 പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റെക്കോർഡിംഗ് കിട്ടുമോ നോക്കാം, കിട്ടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ സമയം അനുവദിക്കുകയാണെങ്കിൽ അതൊന്നുകൂടെ എടുക്കാനും ശ്രമിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാവിനെ എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളത്. അതിനകത്ത് ഇൻസൾട്ട് ചെയ്യുന്നത്, പരിഹസിക്കുന്നത്, സീക്രട്സ് വെളിപ്പെടുത്തുന്നത്,
പ്രോമിസസ് ലംഘിക്കുന്നത്, ഇതൊക്കെ നമ്മളെ നാവിനെ എങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് പല പല തെളിവുകളോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കളവ് പറയല്, സത്യം ചെയ്യല്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സുബ്ഹാനല്ലാഹ്. സത്യം പറയുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നാവിനെ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്ന ആകെയുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ബാക്ക് ബൈറ്റിങ്, അതായത് പരദൂഷണം മാത്രമാണ്. ഈ പല കാര്യങ്ങളും നമ്മൾ അത്ര സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അതായത് മറ്റുള്ളവരെ കുറച്ച് കാണുക എന്നുള്ളതും, പരിഹസിക്കുക എന്നുള്ളതും, സീക്രറ്റ്സ് വെളിപ്പെടുത്തുക എന്നുള്ളതും ഒക്കെ. അതായത് മറ്റുള്ളവരെ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ മക്കൾക്ക് ഇതൊന്നും ആപ്ലിക്കബിളേ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ, അവരെ ഒന്ന് ഇൻസൾട്ട് ചെയ്തെന്ന് വെച്ചിട്ട് എന്താ കുഴപ്പം എന്നുള്ള ഒരു മോഡാണ് നമുക്ക് എല്ലാവർക്കും. അല്ലെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് വേറെ ആരെങ്കിലും വന്നിരിക്കുമ്പോൾ അവരൊന്ന് ഒരിത്തിരി തരം താഴ്ത്തി പറഞ്ഞാൽ ഇപ്പൊ എന്താ ഇത്ര വലിയ പ്രശ്നം? സുബ്ഹാനല്ലാഹ്. നമ്മൾ അതുകൊണ്ട് ഇതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നാവിന്റെ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരദൂഷണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എൻ്റെ ഈ ഒരു കോച്ചിങ് എക്സ്പീരിയൻസ്, അതൊരു പ്രത്യേകിച്ച് യൂത്ത് കുട്ടികളുമായിട്ട് സംസാരിച്ചപ്പം ഉണ്ടായിട്ടുള്ള, എൻ്റെ മകൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പങ്കുവെക്കാണ്. നമ്മളുടെ ഇത്തരത്തിലുള്ള പല സംസാരങ്ങളും ഓക്കെ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുത്തിട്ട് അവരെ ഒന്ന് തമാശക്ക് ഇൻസൾട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ള പല കാര്യങ്ങളും അവരിൽ എന്തുമാത്രം നെഗറ്റീവ് ഇഫക്റ്റ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതായത് ചില സമയത്ത് അതൊരു സൂയിസൈഡൽ എക്സ്ട്രീമിലേക്ക് പോകുന്ന, അതായത് എന്തിനാ ഇനി ജീവിച്ചിരിക്കുന്നേന്ന് പോലും തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ടാണ് അവരിൽ ഉണ്ടാക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഇപ്പൊ എന്താ കാര്യം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ നമ്മൾ പണ്ടേ സംസാരിക്കുന്നതല്ലേ, നമ്മൾ പണ്ട് മുതലേ പ്രാക്ടീസ് ചെയ്ത് വന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ, അല്ലേ? നമ്മളോടും എത്ര ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നില്ലേ? ഇതിലിപ്പോ എന്താ അത്ര കുഴപ്പം? സുബ്ഹാനല്ലാഹ്. ഇതിലൊക്കെ ഇപ്പൊ ഇത്ര എന്താ കുഴപ്പം എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക്, അല്ലെ? അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾ ഒരു രക്ഷയില്ല, ഒരു ഭയങ്കര മോശമാണ്, അല്ലെ? നമ്മളെടുത്ത് പലരും പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴത്തെ കുട്ടികളെടുത്ത് പറയാൻ പറ്റൂല, അവർക്കെല്ലാം പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എപ്പോഴും എന്ത് പ്രശ്നം വരുമ്പോഴും ആ ഓപ്പോസിറ്റ് സൈഡിനെ കുറ്റം കണ്ടെത്തിയിട്ട് നമ്മളെ ശരിയാക്കുന്ന നമ്മളുടെ ഒരു സ്വഭാവമുണ്ട്. സുബ്ഹാനല്ലാഹ്. അതായത് നമ്മൾ പോലും മറച്ചു വെക്കുന്ന നമ്മുടെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഈഗോ, വളരെ സീക്രട്ട് ആയിട്ട് പതിഞ്ഞു കിടക്കുന്ന ആ ഒരു ഈഗോ, അത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം എന്നെ തന്നെ ചോദ്യം ചെയ്യാൻ തയ്യാറില്ല. ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റുകൊണ്ടാണോ ഈ പ്രശ്നം വന്നത്? ഞാൻ എന്തെങ്കിലും മാറണോ? കാരണം നമ്മളെ എയിം എന്ന് പറയുന്നത് ശരിക്കും പ്രത്യേകിച്ച് കുടുംബത്തിന്റെ കാര്യത്തിൽ ദാവയല്ല, കുടുംബത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ദാവയേ അല്ല, ഞാൻ ശരിയാ മോഡാണ് നമ്മളുടെ എയിം. ഞാൻ ശരിയാന്ന് സ്ഥാപിക്കണം. അപ്പോൾ കുട്ടികൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വലിയ വിഷമാവുന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, അത് അവരെ കുഴപ്പമാണ്. ഈ കുട്ടികൾ ഇങ്ങനെ ആയപ്പോ എന്താ ചെയ്യല്ലേ, നമുക്ക് പറയണ്ടേ, നമുക്ക് കുറച്ച് ഇൻസൾട്ട് ഒക്കെ ചെയ്യണ്ടേ, അല്ലേ? നമുക്ക് കുറച്ച് അവരെ കുറിച്ച് സീക്രട്ട് ഒക്കെ പബ്ലിക്കായിട്ട് വിളിച്ച് പറയണ്ടേ? അങ്ങനെ ഒരു മോഡൽ നമ്മളെല്ലാവരും, ഞാൻ എന്നെ ഉൾപ്പെടെ പറയട്ടെ, നമ്മൾ ഇതാ പഠിച്ചു വെച്ചിട്ടുള്ള ആണല്ലോ. പക്ഷെ നമ്മളുടെ ഉദ്ദേശം, നമ്മളുടെ കുടുംബത്തിനകത്തുള്ള ഉദ്ദേശം താഴെയായിരുന്നെങ്കിൽ നമ്മൾ ഇതുപോലെ കുട്ടികൾ മോശമാണെന്ന് കൺക്ലൂഡ് ചെയ്യായിരുന്നു. പകരം ഇതിനെന്താ സൊല്യൂഷൻ എന്ന് നമ്മൾ നോക്കുമായിരുന്നു. പക്ഷെ നമ്മളത് നോക്കിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഈ കൽപ്പനകൾ ഒന്നും തന്നെ നമ്മൾ അനുസരിക്കാൻ തയ്യാറും ആയില്ല, അല്ലെ? അള്ളാഹ് നിങ്ങളെ നാവ് ഇങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ ഒരുപാട് കൽപ്പനകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ആ ക്ലാസ്സിൽ ഏകദേശം 12 പോയിന്റുകളോളം, ഈ ഓരോ പോയിന്റിനും കുറെ സബ് ഡിവിഷൻസും ഉണ്ടായിരുന്നു. അതിനൊക്കെ തെളിവുകളുണ്ട് നമ്മുടെ ദീനിൽ നമ്മൾ അങ്ങനെ സംസാരിച്ചൂടാ എന്നുള്ളത്. ആൻഡ് അങ്ങനെ സംസാരിച്ചൂടാ എന്ന് പറയുമ്പം അവിടെ ഒരു എക്സെപ്ഷനും ഇല്ല. നിങ്ങൾക്ക് കുട്ടികളുടെ അടുത്ത് സംസാരിക്കാം, വേറെയുള്ളവരുടെ അടുത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ കാര്യങ്ങൾ കുട്ടികളുടെ അടുത്തും ബാധകമാണ്, അള്ളാന്റെ ആ കൽപ്പനകൾ. അപ്പൊ അള്ളാഹ് വിചാരിച്ച എന്നാ പിന്നെ എന്റെ കൽപ്പനനെ അവർ കണക്കാക്കുന്നില്ലെങ്കിൽ അവർ സഫർ ചെയ്തോട്ടെ. കാരണം വേറൊരാൾക്ക് പ്രശ്നം ഉണ്ടായാൽ നമ്മളെ ബാധിക്കില്ലല്ലോ, നമ്മളെ മക്കൾക്ക് പ്രശ്നം ഉണ്ടായാൽ നമ്മളെ ബാധിക്കും, അല്ലെ? നമ്മളുടെ സംസാരം കാരണം നമ്മളെ മക്കള് വേറൊരു ലെവലിലേക്ക്, വേറൊരു അവസ്ഥയിലേക്ക്, ഒരു എന്താണ് ആത്മഹത്യാപരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ നമ്മൾ സ്വയം നന്നായിക്കോളും. ഞാൻ മനസ്സിലാക്കിയത് അള്ളാഹു സുബ്ഹാനഹു വതആല എടുത്ത സ്റ്റെപ്പാണ് നമ്മളെ മക്കളെ ഇത്തരത്തിൽ മാറ്റിയതെന്നാണ്. എന്റെ ചിന്ത തെറ്റാവാം, ശരിയാവാം, പക്ഷെ എനിക്കത് ആലോചിച്ചിട്ട് വേറൊരു ഉത്തരം അതിന് കിട്ടുന്നില്ല. കാരണം ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കൽപ്പനകളിൽ പെട്ടതാണ്. നമ്മൾ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളത്, ഞാനും നിങ്ങളും. പക്ഷെ നമ്മൾ ഇതൊക്കെ വളരെ ലൈറ്റ് ആയിട്ട് എടുത്തിട്ട്, ആ കുട്ടികളെ മാത്രമല്ല എല്ലാവരുടെ അടുത്തും നമ്മൾ അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നമുക്കതൊന്നും ഒരു ഇൻസൾട്ട് ചെയ്യല്ല, പക്ഷെ അവർക്ക് അത് എത്രത്തോളം വലിയ ഇൻസൾട്ടാണ്. ആ ഇൻസൾട്ട് അവരുടെ ജീവിതത്തിനെ എത്രത്തോളാണ് ബാധിക്കുന്നത്, അവരുടെ കഴിവുകളെ പോലും എത്രത്തോളാണ് ബാധിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ, ഓരോ കേസും എടുത്ത് നോക്കുമ്പോൾ ഞാൻ പറയാം, എന്റെ ജീവിതത്തിലും എനിക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള തെറ്റുകൾ. എത്രത്തോളമാണ് അത് ബാധിച്ചതെന്ന് ആലോചിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അള്ളാഹു പറഞ്ഞ കൽപ്പന നമ്മൾ അനുസരിക്കാത്തത് കൊണ്ട്, വർഷങ്ങളോളം നമ്മൾ അത് അനുസരിക്കാത്തത് കൊണ്ട് അള്ളാഹു നമുക്ക് തന്ന ശിക്ഷയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയെങ്കിലും നമ്മൾ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ തയ്യാറായേ മതിയാവും. നമ്മൾ കറക്റ്റ് ചെയ്യാൻ തയ്യാറായേ മതിയാവും. അല്ലെങ്കിൽ അള്ളാഹ് പറയും, നിങ്ങൾ സഫർ ചെയ്തോ, അല്ലേ? സഫർ ചെയ്തോ. കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങൾ പോലും അവരെ ബാധിക്കുന്നുണ്ട്, തുടങ്ങിക്കോ, നിങ്ങൾ അനുഭവിച്ചോ.
എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റൂല. നമുക്ക് പറയായിരിക്കും, ഇപ്പോഴത്തെ കുട്ടികൾ ഒരു കാര്യമില്ലേ, എന്തോ ഒരു കുട്ടികളാണ്, നമ്മളത് പറഞ്ഞുകൊണ്ട് എന്താ ഗുണം? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നു അല്ലേ, നമുക്ക് പരാതികളില്ല, നമുക്ക് സൊല്യൂഷൻസേ ഇനിയുള്ളൂ. എന്താണ് സോൾവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ്, അതെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പരാതി പറഞ്ഞിരിക്കാനല്ല. അപ്പം സൊല്യൂഷൻ സ്റ്റെപ്പ് നമ്മൾ എടുത്തേ മതിയാവും. ഓക്കെ, അൽഹംദുലില്ലാ നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട്. നമ്മളെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുറന്ന് കാണിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് വഴികളുണ്ട്. നമ്മൾ അതിനെയൊന്നും സീരിയസ് ആക്കി എടുത്തിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഫർള് ഏതൊക്കെയാണ്, എത്ര റക്അത്ത് സുന്നത്ത് ആ സമയത്ത് നിസ്കരിക്കണം, ഈ ദുആ ദിക്ർ എത്ര പ്രാവശ്യം ചൊല്ലണം, ആ സമയത്ത് ഏത് സൂറത്ത് ഓതിയാലാണ് ഈ ഗുണം ഉണ്ടാവുക, അതിലേ നമ്മൾ ഇത്രയും നാൾ ബോധോടായിട്ടുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എന്തൊക്കെയുണ്ട്, അതൊക്കെ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. നമ്മളെ ബാധിക്കുന്നത് ആയിരുന്നില്ല അതൊന്നും. അതിലെന്തെങ്കിലും ഉണ്ടോന്ന് നമ്മൾ ചിന്തിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അല്ലെ. പക്ഷെ അൽഹംദുലില്ലാ അതൊക്കെ അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധ കൊടുത്ത് അല്ലെ, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നമ്മൾ മാറാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ശരിക്കും കഴിഞ്ഞ ആഴ്ച ഒരു കുഞ്ഞ് സ്റ്റെപ്പ് എടുത്തപ്പം എത്രത്തോളം നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് മാറ്റം അല്ലെ. അപ്പൊ അത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസുകളും ഈ കാര്യത്തിലുള്ള സുന്നത്തായ രീതിയിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തൊരു ബറക്കത്തായിരിക്കും സുബ്ഹാനല്ലാഹ് നമ്മളൊക്കെ വീട്ടിലല്ലേ. അത് നമ്മൾ ചേർന്ന് നിന്ന് ചെയ്യുമ്പോൾ എന്തൊരു എളുപ്പമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരാ. റെഡിയല്ലേ? നമ്മളെല്ലാരും റെഡിയല്ലേ? റെഡി അല്ലാത്തവരുണ്ടോ ഇവിടെ ആരെങ്കിലും? ഇൻഷാ അല്ലാഹ് ഞാനും അതൊക്കെ ശ്രമിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പഠിക്കുന്നതും പറയുന്നതും. നമുക്കൊക്കെ മാറണം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില സുന്നത്തുകൾ ലിസണിങ്ങിന്റെ കാര്യത്തിൽ. ഇത് ഞാൻ ഫുള്ളൊന്നും കവർ ചെയ്യുന്നില്ല കേട്ടോ, കുറച്ച് ഇനി നമുക്ക് ഓരോ ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കാനുണ്ട്. ചില സുന്നത്തുകൾ അല്ലെങ്കിൽ ചില ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുള്ള അത് നമുക്ക് കുറച്ച് നോക്കാം ഇന്ന്. ക്ലാസ് ഇത്തിരി നീണ്ടു പോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ. ഇൻഷാ അല്ലാഹ് ആദ്യത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ഷമയോട് കൂടിയുള്ള ലിസണിങ്. അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തെന്നാണ് സംസാരിക്കുന്നതെങ്കിലും, ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പോലെ ഒരു ഹിക്മത്തുള്ള ഒരു വ്യക്തിക്ക് അയാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും ഇയാൾ ഇതെന്താ സംസാരിക്കുന്നതെന്നല്ലേ. അതിനുള്ള മറുപടി എന്താന്ന് നമ്മളെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലാവും. പക്ഷെ അവസാനം വരെ ഒരു തുള്ളി പോലും ഇന്ററപ്റ്റ് ചെയ്യാതെ അവർ പറയുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരിക്കലും ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു പ്രവർത്തനം ദീനിന്റെ വ്യാപിപ്പിക്കുന്നത്, അതായത് അവരുടെ ഇടയിൽ ഖുറൈശികളുടെ ഇടയിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കാര്യമാണല്ലോ അല്ലെ നമ്മുടെ ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്നത്. അതിനെ തടയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പ് എടുക്കും. അങ്ങനെ അവർ ഉത്ബ ബിൻ റബിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അയക്കും. അപ്പോൾ ഉത്ബ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്ത് പറയും, അല്ലയോ എന്റെ സഹോദരപുത്ര, നീ മാഷാ അല്ലാഹ് അടിപൊളി നല്ല ക്വാളിറ്റീസ് ഉള്ള മോനാണ്. പക്ഷെ നീ ഞങ്ങളുടെ ഇടയിൽ ഇത്രയധികം പ്രശ്നങ്ങൾ അല്ലെ, നമ്മളുടെ ദൈവങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബങ്ങളെ ഒക്കെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള കാര്യമാണ് നീ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ പൂർവികന്മാരെ ഇത്രയും മോശപ്പെട്ട രീതിയിലാണ് നീ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞങ്ങളിതാ നിന്റെ അടുത്ത് ഒരു പ്രപ്പോസലുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നീ ഇത് റിജക്ട് ചെയ്യുന്നതിന് മുമ്പ് നീ ശരിക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പം എനിക്കും നിങ്ങൾക്കും മനസ്സിലാവും ഇവരെങ്ങോട്ടാ പോണേന്ന് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അല്ലയോ വാലിദിന്റെ പിതാവേ, നിങ്ങൾ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്, ബാക്കിയും കൂടെ പറയൂ. സുബ്ഹാനല്ലാഹ്. നമ്മളെ മക്കൾ എന്താ പറഞ്ഞു തുടങ്ങുന്നതെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരെങ്ങോട്ടാ പോണ. ഈ പറഞ്ഞു വരുന്ന കാര്യമൊക്കെ മനസ്സിലായി, അതൊക്കെ അവിടെ നിൽക്കട്ടെ അല്ലേ, അതല്ലേ നമ്മൾ പറയാ. അല്ലെങ്കിൽ ഇത് ഞാൻ കുറെ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം ഇവരെന്താ പറയാമെന്ന്. അപ്പൊ പറയും, നിങ്ങൾ പറയൂ, ഞാൻ കേൾക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ തുടർന്ന് പറയും, അല്ലയോ എന്റെ സഹോദരപുത്ര, നിന്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് നീ ധനികനാവാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിനക്ക് ഒരുപാട് ഡിഗ്നിറ്റി അല്ലെങ്കിൽ ആദരവ് കിട്ടാനാണെന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി അതെല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് തരാം. നിനക്ക് എത്ര പൈസ വേണോ ഞങ്ങൾ നിനക്ക് തരാം. നിനക്ക് അധികാരം വേണോ, ഞങ്ങളുടെ ചീഫായിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവായിട്ട് നിന്നെ ഞങ്ങൾ നിയമിക്കാം. ഇനി നിനക്ക് ഇതാണോ രാജാധികാരമാണോ വരുന്നത്, ഞങ്ങൾ നിന്റെ രാജാവാക്കാം. ഇനി ഇതൊന്നുമല്ല, നിന്നെ ഇപ്പൊ ബാധിച്ചിരിക്കുന്ന ഈ പൈശാചിക ബാധ കാരണമാണോ നീ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഡോക്ടേഴ്സിനൊക്കെ വെച്ചിട്ടില്ലേ, ഞങ്ങളുടെ വൈദികന്മാരൊക്കെ വെച്ചിട്ട് നിന്റെ രോഗം ഞങ്ങൾ ചികിത്സിക്കും. അതിനുവേണ്ടി ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും ചെലവാക്കാം. അങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞ് ഉത്ബ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫുൾ കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഞാൻ പറയുന്നതൊന്ന് കേൾക്കാം. ഓക്കെ, ഞാൻ ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞത് കേട്ടു. അതുകൊണ്ട് അപ്പം അയാൾ എന്തായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കേൾക്കാൻ തയ്യാറായി. പക്ഷെ ആദ്യം തന്നെ അത് എതിർത്തിരുന്നെങ്കിൽ അയാൾ ഇങ്ങോട്ടും കേൾക്കൂലായിരുന്നു അല്ലെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങോട്ട് പറയാൻ പറ്റില്ലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് സൂറത്ത് ഫുസ്സിലാത്തിലുള്ള 13 ആയത്തുകൾ ഓതി കേൾപ്പിച്ചു. അവർ ആ ആയത്ത് ഓതി കേൾക്കാൻ നിന്നത് എന്തുകൊണ്ടാ? ആദ്യം കേട്ടതുകൊണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇന്ററപ്റ്റ് ചെയ്യാതെ കേട്ടുകൊണ്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. ഈ വേറൊരു ഉദാഹരണം,
സ്വഹീഹ് ബുഖാരിയിൽ വന്നിട്ടുള്ള ഒരു വലിയ നീണ്ട ഒരു ആയത്താണ്, നീണ്ട ഒരു ഹദീസാണ്. സുബ്ഹാനല്ലാഹ്. ആയിഷ റളിയല്ലാഹു അൻഹ 11 ഭാര്യമാരുടെ, അതായത് ഒരു സിറ്റിങ്ങിൽ 11 ഭാര്യമാര് അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച് സംസാരിക്കുകയാണ്. ഓരോരുത്തരും വേറെ വേറെ കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഇത് മുഴുവൻ കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറയാണ്, ഈ 11 ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ അവർ ആ ഭാര്യ ഭർത്ത ബന്ധത്തിനെ കുറിച്ച് അവർ പറഞ്ഞ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുഴുവൻ കേട്ടതിന്, ഇത് മുഴുവൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം പറയാണ്, ഞാനും നീയും അബൂ സറയും ഉമ്മു സറയും പോലെയാണ്. അതായത് അതിനകത്ത് സംസാരിച്ച 11ാമത്തെ കപ്പിളാണ് ഈ അബൂ സറയും ഉമ്മു സറയും. സുബ്ഹാനല്ലാഹ്. അതായത് ഈ 11 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടു. ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ? നമ്മളെ പോലെ പണിയൊന്നും ഇല്ലാണ്ട് ചൊറിയും കുത്തിരിക്കുന്ന ആളാ. സുബ്ഹാനല്ലാഹ്. ഒരു സമൂഹത്തിന്റെ, ഒരു ദീനിന്റെ, ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്വം തലയിലുള്ള, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം തലയിലുള്ള, ഖുർആൻ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം തലയിലുള്ള ഈ ആയിഷ റളിയല്ലാഹു അൻഹയുടെ കുട്ടിക്കളി. സുബ്ഹാനല്ലാഹ്. 11 ഭാര്യ ഭർത്താക്കന്മാരുടെ കഥ മുഴുവനും കേട്ടിട്ട് അതിനൊരു കമന്റ് കൊടുക്കണമെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി കേട്ടത് കൊണ്ടാണ്. അതും ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഭാര്യയായിട്ടുള്ളത്, അല്ലേ? ഓരോരുത്തരുടെ കഥകളും കേൾക്കണ്ടേ? സ്ത്രീകളുടെ സംസാരം. സുബ്ഹാനല്ലാഹ്. നമ്മളോ മക്കളടുത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് സമയമില്ലേ, തിരക്കാണെങ്കിൽ എന്റെ ഈ വേണ്ടാത്ത വർത്താനൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ എന്ത് സുന്നത്തിന്റെ ആൾക്കാരാന്നാ പറയുന്നത്, അല്ലെ? നമ്മൾ എന്ത് സുന്നത്ത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാന്നാ പറയുന്നത്? ഭയങ്കര സുന്നത്താ നമുക്ക്. സുബ്ഹാനല്ലാഹ്. എത്രമാത്രം നമ്മൾ മാറാനുണ്ട്. ഇനി വേറൊരു ഉദാഹരണം, അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ അദ്ദേഹം പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് പക്ഷെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഈ ഒരു ഹദീസ് ഒരുപാട്, നല്ലപോലെ ശ്രദ്ധിക്കും. അതായത് സമൂഹത്തിലെ ഏറ്റവും, അതായത് ഒരു ഉമ്മത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അയാളോടും വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കും. അപ്പം ആ ഒരു വ്യക്തിക്ക് തോന്നും, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും സ്പെഷ്യൽ, അല്ലേ? സുബ്ഹാനല്ലാഹ്. അതേപോലെ എൻ്റെ അടുത്തും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തും ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി, ഞാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഏറ്റവും സ്പെഷ്യൽ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും സ്പെഷ്യൽ ആവണമെങ്കിൽ ഈ സമൂഹത്തിൽ ഉമ്മത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞാനായിരിക്കണമല്ലോ, അല്ലെ? അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. അപ്പൊ ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചോദിച്ചു, നബിയെ, അബൂബക്കർ ആണോ ഞാനാണോ ബെറ്റർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അബൂബക്കറാണ്. പിന്നെ വീണ്ടും ചോദിക്കും, ഞാനാണോ ഉമറാണോ ബെറ്റർ റളിയല്ലാഹു അൻഹു? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിപ്ലൈ പറയും, ഉമറാണെന്ന് പറയും. വീണ്ടും ചോദിക്കും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ ഞാനാണോ ബെറ്റർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഉസ്മാനാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഓരോ ചോദ്യം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തെറ്റായിട്ടുള്ള ഉത്തരമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് എനിക്ക് തൃപ്തി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ അടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പ്രാവശ്യം സംസാരിച്ചപ്പോഴും എനിക്ക് തോന്നിയത് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആണ്, അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഏറ്റവും നന്നായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ ഓരോ വ്യക്തികളുടെ അടുത്തും അവർ വളരെ സ്പെഷ്യൽ ആണെന്ന് ഉള്ള രീതിയിൽ, സുബ്ഹാനല്ലാഹ്, നമ്മളെ ഓരോ മക്കളെടുത്തും നമ്മളുടെ വീട്ടിലുള്ള ഓരോരുത്തരുടെ അടുത്തും അവർ സ്പെഷ്യൽ ആണെന്ന് കരുതി നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇഫക്റ്റ് എന്തായിരിക്കും, അല്ലെ? ഏതൊരാൾക്കും ഞാൻ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ നന്നാവാനാ ശ്രമിക്കുക. മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ മോശമാവാനാ. എന്നെ ഏതായാലും ആൾക്കാർ മോശമായിട്ടാണ് കാണുന്നത്, അല്ലെ? എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഒന്നുകൂടെ മോശമാവട്ടെ എന്ന് വിചാരിക്കും. എന്നാൽ ഞാൻ എൻ്റെ ഉമ്മക്ക് വേണ്ടപ്പെട്ടവളാണ്, അല്ലെങ്കിൽ ഉപ്പക്ക് വേണ്ടപ്പെട്ടവനാണ് എന്നുള്ള ചിന്ത വരുമ്പം അത് അവരുടെ ആ ഒരു ഇമേജ് ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഓരോരുത്തരുടെ അടുത്തും ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് അത് ഭയങ്കര ഇഫക്റ്റാണ്. തീരെ ചെറിയ കുട്ടികളുടെ കാര്യം പറയേ വേണ്ട. അവർക്ക് അവര് സ്പെഷ്യലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മതി പിന്നെ അവർക്ക് എല്ലാത്തിനും. സുബ്ഹാനല്ലാഹ്. ഈ നമ്മൾ മതി പിന്നെ അവർക്ക് എല്ലാത്തിനും എന്ന് പറയുന്നത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. നാളെ അവരുടെ അടുത്ത് ദാവ ചെയ്യാനും നമുക്ക് സാധ്യത ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെയൊക്കെ ജീവിതവും നമ്മുടെ സംസാരവും ഒക്കെ ദാവയായിട്ട് മാറണം. നമ്മുടെ മക്കൾ നാളെ ദീൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കണമെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് ഏറ്റവും ഭംഗിയായിട്ട്, അവരാണ് സ്പെഷ്യൽ എന്ന് തോന്നുന്ന രീതിയിൽ അവരുടെ അടുത്ത് നമുക്ക് പെരുമാറാൻ പറ്റണം. സുബ്ഹാനല്ലാഹ്. ഇനി വേറൊരു സാഹചര്യത്തിൽ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ, അവര് ആദ്യത്തെ അതായത് അബ്സീനിയയിലേക്ക് ഹിജ്റ പോയ സഹാബാക്കളിൽ പെട്ടവരാണ് അത്. ഓക്കെ, അപ്പം അത് ഏകദേശം മറ്റേ മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന്റെ 10-14 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പൊ ഒരു ഹദീസിനകത്ത് ഒരു സംഭവം, സഹീഹ് ബുഖാരിയിൽ വന്ന ഒരു ഹദീസിനകത്ത് ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. ഒരിക്കലും അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്യണ്ടായി. ആരെക്കുറിച്ച്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇവരെ പരിഹസിച്ചു. അതൊരു തമാശ രൂപേണ. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ ഫ്രണ്ടാണ് ഈ അസ്മ എന്ന് പറയുന്നത്. അപ്പം സ്വന്തം മോളെ ഫ്രണ്ടിനെ കളിയാക്കുന്നത് പോലെ ഒരിക്കൽ കളിയാക്കിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്രേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്, അതായത് മദീനയിലെ സഹാബ
സഹാബാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ളവർ. അബ്സീനിയയിലേക്ക് പോയ, കാരണം അബ്സീനിയയിലേക്ക് പോയവർ ആദ്യം പോയല്ലോ, ബാക്കിയുള്ളവർ മദീനയിൽ നിന്ന്, അതായത് പിന്നെയാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. ഓക്കെ, അപ്പൊ മദീനയിലുള്ള സഹാബാക്കളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെന്ന്. ഇത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക്, കാരണം അവർ അബ്സീനിയയിലേക്ക് പോയവരായിരുന്നു. അപ്പം ഇത് ശരിയല്ലല്ലോ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമയം കിട്ടുകയും കൂടുതൽ ആത്മീയമായിട്ടുള്ള ആ ഒരു ലൈറ്റ് കിട്ടാനും ഒക്കെ ചാൻസ് കിട്ടിയവരാണ് അവരല്ലേ. പക്ഷെ അബ്സീനിയയിലേക്ക് ഹിജ്റ പോയവർ നേരത്തെ പോകേണ്ടി വന്നവരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർക്കൊരു ഇത്തിരി കുറവുണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ട് ഇതുപോലെ പരിഹസിക്കാൻ പാടില്ലല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് കേട്ട് തുടങ്ങുമ്പോഴേ കാര്യം മനസ്സിലാവും. പക്ഷെ ഈ കംപ്ലൈന്റ് മുഴുവൻ കേട്ടു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് വേഗം നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് അവയർനെസ്. സെൽഫ് അവയർനെസ് എന്ന് വെച്ചാൽ ഞാൻ എന്തിനാണ് അവരുടെ അടുത്ത് പ്രതികരിക്കുന്നത്, എന്ത് സംസാരം, എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ്. നമ്മളുടെ എല്ലാ സംസാരങ്ങളും ദഅവയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവരിനി എന്ത് പറഞ്ഞു വന്നാലും നമ്മുടെ മറുപടി അതിനനുസരിച്ചുള്ളതായിരിക്കും. നമുക്ക് എല്ലാ സിറ്റുവേഷനിലും ചീത്ത പറയാനുള്ള അവസരം അവിടെ ബാക്കിയുണ്ടാവും. പക്ഷെ നമ്മൾ ചീത്ത പറയാൻ അവസരം ഉണ്ടായിട്ടും ചീത്ത പറയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ സംസാരങ്ങൾ ദഅവയാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇവിടെ ശരിക്കും അസ്മാ റളിയല്ലാഹു അൻഹ ഇക്കാര്യം പറഞ്ഞു വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമേ അതിന് തടയായിരുന്നു. പക്ഷേ ആ ഒരു കാര്യം, ആ ഒരു റെസ്പെക്ട് അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തു. അത് മുഴുവനും കേട്ടു. ഓക്കെ, എന്നിട്ട് മറുപടി പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഇടക്കൊന്നും ഒരു കാര്യം നിർത്തിയില്ല. എന്നാലും നീ എന്താണ് ഉമറിനെ കുറിച്ചാണ് പറയുന്നതെന്നോ അങ്ങനെ ഒരു കാര്യവുമില്ല. അത് മുഴുവൻ കേട്ടിട്ട് ആ ഫീലിംഗ് മുഴുവനും മനസ്സിലാക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ശരിക്കും 2 ഹിജ്റ ചെയ്തവരാണ് അല്ലെ. ആദ്യം അബ്സീനിയയിലേക്കും പിന്നെ മദീനയിലേക്കും. മറ്റവർ ഒരു ഹിജ്റയെ പോയിട്ടുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ടും എന്താണ്, നിങ്ങൾ സ്പെഷ്യൽ തന്നെയാണ്. അവരെ പോലെ തന്നെ, മദീനയിലുള്ളവരെ പോലെ തന്നെ നിങ്ങൾ സ്പെഷ്യലാണ്. സുബ്ഹാനല്ലാഹ്. ആക്ച്വലി ഇവിടെ അസ്മാ റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പ്രശ്നം സോൾവ് ചെയ്യാനോ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയാനോ വന്നതല്ല. പക്ഷെ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ തന്നെ അവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി, സന്തോഷമായി, സമാധാനമായി. പലപ്പോഴും നമ്മളെ മക്കൾ അങ്ങനെയാണ് നമ്മളെ അടുത്ത് പല കാര്യങ്ങളും കൊണ്ടുവരുന്നത്. നമ്മൾ കേട്ടുകൊടുത്താൽ തന്നെ അവരുടെ പ്രശ്നം അവിടെ തീർന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആശ്വാസ വാക്ക്, അല്ലെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ തീർന്നിട്ടുണ്ടാവും. പക്ഷെ നമുക്കിതിനൊന്നും സമയമില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അതേപോലെ വേറൊരു ഉദാഹരണം, പലപ്പോഴും പലരുടെയും ഈ വാക്കുകൾ കൊണ്ടുള്ള എക്സ്പ്രഷനേക്കാളും അപ്പുറം അവരുടെ വിഷമം കാണിക്കല്, അങ്ങനെയുള്ള ജസ്റ്റേഴ്സ് ഉണ്ടാവില്ല, അതായത് മുഖത്ത് പ്രകടിപ്പിക്കുന്ന ഭാവങ്ങൾ, അതിൽ നിന്നും നമുക്ക് പലതും കാണാനും ഒബ്സർവ് ചെയ്യാനും ഒക്കെ ഉണ്ടാവില്ലേ. സുബ്ഹാനല്ലാഹ്. അതിൽ നിന്ന് ആളുകൾ എന്താണ് അനുഭവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരിക്കും ഒരു ഭയങ്കര ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതിൽ നിന്ന് തന്നെ ആളുകളുടെ ഇമോഷൻസിനെ പിക്ക് ചെയ്യാൻ പറ്റുന്ന, എന്നിട്ട് അവർ പറയുന്നത് കേൾക്കാൻ അതിനനുസരിച്ച് അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിനേക്കാൾ ഭംഗിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈലൻസ്. അതായത് സൈലന്റ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനൊരു ഒരു ഹാർട്ട് ടച്ചിങ് ഫീലിംഗ് ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സംഭവത്തില് ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിതാവായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു രക്തസാക്ഷിത്വം വഹിച്ച, ഉഹദ് യുദ്ധത്തിലെ രക്തസാക്ഷിത്വം വഹിച്ച ഒരു സാഹചര്യത്തിൽ ഇവർക്ക് 7 സഹോദരിമാരാണ്. അപ്പൊ 7 സഹോദരിമാരെ ഇട്ടച്ചിട്ട് ഉപ്പ പോവാണ് അല്ലെ. എന്തായാലും സ്വാഭാവികമായിട്ടും മോന് ഭയങ്കര വിഷമായിരിക്കും. സുബ്ഹാനല്ലാഹ്. ഇത്രയും വലിയ ഉത്തരവാദിത്തമല്ലേ എന്നെ ഇട്ടച്ച് പോയത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് മൂപ്പര് കരയാണ് പിതാവിന്റെ ഇത് കണ്ടിട്ട്, മയ്യത്ത് കണ്ടിട്ട്. എന്നിട്ട് ആ ഒരു മയ്യത്ത് കബറടക്കുന്ന സമയത്തൊക്കെ ആ ഒരു ചില സമയത്തുണ്ടല്ലേ, നമ്മൾ വാക്കുകൾ കൊണ്ടല്ലാതെ വികാരം കൊണ്ട് വിഷമം പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മുഴുവനും ക്ഷമയോടുകൂടി കണ്ടും കേട്ടും ആ ഒരു ഇമോഷൻ കണ്ടുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയത്ത് മറ്റു സഹാബാക്കള് അവരെടുത്ത് പറയുന്നുണ്ട്, നീ ഇങ്ങനെ ചെയ്യരുത്, ഓക്കെ, ക്ഷമിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. ക്ഷമയോടുകൂടി അത് കേട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അവരുടെ പ്രയാസം എന്താണെന്ന് മനസ്സിലാക്കി. നമ്മൾ സ്വാഭാവികമായി ഇങ്ങനെ എന്തെങ്കിലും കാണുമ്പോൾ ക്ഷമ കാണിക്കണം, നീ ഒന്നും കൂടെ സ്ട്രോങ് ആവണം എന്നൊക്കെ നമ്മൾ പറയൂലേ. സുബ്ഹാനല്ലാഹ്. പക്ഷെ എനിക്ക് നിന്റെ വിഷമം മനസ്സിലാവുന്നുണ്ടെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരാൾ മനസ്സിലാവുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവിടെ കൊണ്ടുവരുത്താൻ പറ്റുന്ന ഒരു ചേഞ്ച് അത് ഭയങ്കരമാണ്. സത്യം പറയുകയാണെങ്കിൽ ക്ഷമ കാണിക്കൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും വേണ്ടത് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളൊക്കെ പലപ്പോഴും അത് ആ ഒരു ക്ഷമയിലേക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ആള് എത്തിയോന്ന് നമ്മൾ ചിന്തിക്കാറില്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയമങ്ങളാണ് മനുഷ്യത്വത്തിന്റെയും മേലെ നിൽക്കുന്നത് അല്ലെ. പലപ്പോഴും ആ നിയമങ്ങൾ മനുഷ്യത്വത്തിന്റെ മേലെ ആവുമ്പം അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റാത്ത രീതിയിലായി മാറാറുണ്ട്. ശരിയാണ്, നിയമങ്ങൾ തന്നെയാണ്, ശരികൾ തന്നെയാണ്. സൊല്യൂഷൻ, എല്ലാത്തിന്റെയും സൊല്യൂഷൻ ക്ഷമയുമാണ്. പക്ഷേ നമ്മൾ ആരോടാണോ പറയുന്നത് അവർ ആ ലെവലിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ പറയുന്നത് അവർക്ക് ഹെൽപ്പ് ആവില്ല. അപ്പം ഏറ്റവും ആദ്യം നമ്മൾ പറയേണ്ടത്, ശരിയാണ്, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ. ആദ്യം അത് നമ്മൾ അക്നോളജ് ചെയ്യാം. ഒരിക്കലും നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മളുടെ ലെവലിൽ എത്താത്ത വ്യക്തിയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്റ്റാൻഡ് അവർക്ക് എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഞാൻ ചിലപ്പം എൻ്റെ ഒരു പ്രശ്നത്തിൽ ഭയങ്കര ക്ഷമ കാണിക്കുന്നുണ്ടാവും, പക്ഷെ എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു സ്റ്റാൻഡിൽ എത്താൻ പറ്റാത്തത് കൊണ്ട് ആ ക്ഷമ കാണിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവളുടെ അടുത്ത് അങ്ങനെയല്ല, നീ ഇങ്ങനെ പറ്റൂല, ക്ഷമ കാണിക്കണം, നീ വേഗം അള്ളാന്റെ അടുത്ത് പറയാം, അള്ളാന്റെ അടുത്ത് പറഞ്ഞാൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും, അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഡിസ്മിസ് ചെയ്യല്ല. ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മൾ ക്ഷമയും പറഞ്ഞു കൊടുക്കണം, അള്ളാഹു സുബ്ഹാനഹു വതആല അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം മാറുമെന്നും പറഞ്ഞു കൊടുക്കണം. അതിന്റെ കൂടെ നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എത്രമാത്രം പ്രയാസത്തിലൂടെയാണ് നീ കടന്നു പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഓക്കെയാണ്, നമുക്കത് ശരിയാക്കാം എന്ന് പറയുമ്പം വരുന്ന ഒരു ട്വിസ്റ്റ് വേറെ തന്നെയാണ്. അപ്പൊ അവർ അക്നോളജ് ചെയ്യാന്നുള്ളത് സുബ്ഹാനല്ലാഹ് ഭയങ്കര ചേഞ്ച് ആണ്. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു ഡ്യൂട്ടി ചെയ്ത് തീർത്താൽ മതി. ക്ഷമിക്കണം, അള്ളാഹിനോട് ദുആ ചെയ്യണം അല്ലെ. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരെ ആദ്യം ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ്. പെട്ടെന്ന് ഉപദേശം കൊടുത്താൽ ഡ്യൂട്ടി തീർത്ത് പോകാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ റിസൾട്ട് വേണ്ടേ നമുക്ക്? ഈ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തിക്ക് ഒരു റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനാണ് നമ്മൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ആ ഒരു വഴിയിൽ എടുക്കുന്ന ഓരോ എഫേർട്ടും സുബ്ഹാനല്ലാഹ്, നമ്മൾ അവരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് അവരോട് ക്ഷമിക്കണം എന്ന് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, ചിലപ്പം ചിലർക്ക് അത് വർഷങ്ങൾ വേണ്ടി വരും അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ കാണിക്കുന്ന ഓരോ ക്ഷമയും നമ്മളുടെ ആ ഒരു ഇബാദത്തിന്റെ ഭാഗമാണ്. പക്ഷെ നമുക്ക് ഇഷ്ടം എന്താ? ഒറ്റയടിക്ക് അത് പറഞ്ഞു കൊടുത്തിട്ട് അവരെ നന്നാക്കി വിടാനുള്ള ആ ഒരു ഇബാദത്ത് ചെയ്യാനേ നമുക്ക് താല്പര്യമുള്ളൂ. ആ ഇബാദത്തിന് റിസൾട്ട് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അത് നമുക്ക് കൂടുതൽ ദോഷങ്ങൾ നേടിത്തരും അല്ലെ. എന്നിട്ട് നമ്മൾ പറയും, ഞാൻ ഓളോട് പറഞ്ഞു കൊടുത്താണ്, എന്നിട്ട് ഓള് കേട്ടില്ല, ഓള് കണ്ടില്ല, അങ്ങനെ ഓള് കണ്ടില്ല, ഇങ്ങനെ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആ ഒരു ഇബാദത്ത് ചെയ്തു എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷെ ആ ഇബാദത്തിന് ഗുണത്തിനേക്കാളേറെ നമ്മൾ ദോഷമാണ് ഉണ്ടാക്കി വെച്ചത്. അതേസമയം നമ്മൾ മനസ്സിലാക്കാണ്, ശരിയാണ്, ക്ഷമയാണ് അതിന്റെ ശരി, നീ അള്ളാഹിനോട് ദുആ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവരെ മനസ്സിലാക്കുന്നത്, എന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമുക്കത് ശരിയാക്കാട്ടോ. എന്നിട്ട് അവരെ കൂടെ നിന്നോട്ട് അവർക്ക് സ്റ്റെപ്സ് പറഞ്ഞു കൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അനുഭവങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് അവരെ, ഞാൻ പറഞ്ഞല്ലോ, ചില കാര്യങ്ങളിൽ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വർഷങ്ങളെടുക്കും. ഈ ഒരു കാര്യം നമ്മളെ മക്കൾ എന്നല്ല, പുറമെയുള്ള ഒരാളാണെങ്കിൽ പോലും നമ്മളെ മക്കൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാവാൻ വർഷങ്ങളെടുക്കും. ഓക്കെ, അപ്പം അക്നോളജ് ചെയ്യുക, നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കണം അല്ലെ. നമുക്ക് ശരിയാണ്, കല്ലെടുക്കണം എന്നുള്ളതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ, കല്ലെടുക്കുക തന്നെ വേണം. അവരുടെ അടുത്ത് നമ്മൾ കല്ലെടുക്കാൻ പറയുകയും വേണം. പക്ഷെ അവരെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു പൂച്ചയായിട്ട് വളർത്താനെങ്കിലും ശ്രമിച്ചിട്ട് പൂച്ചയാക്കിയിട്ട് കല്ലെടുപ്പിക്കുന്നതാണ് അതിന്റെ ഒരു ശരി. തുമ്പി കല്ലെടുത്താൽ നമുക്കറിയാം കല്ല് വീണു പോകുന്നു അല്ലെ. ആ പൂച്ചയായി വളർത്താനുള്ള, ഏറ്റവും ചുരുങ്ങിയത് പൂച്ചയായി വളർത്താനുള്ള ക്ഷമയെങ്കിലും നമ്മൾ, അവിടെ എത്താനുള്ള ക്ഷമയെങ്കിലും നമ്മൾ കാണിക്കണം. ആദ്യമേ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം, നിനക്ക് കല്ലെടുക്കാനുണ്ടെന്ന്. പക്ഷെ അത് അവരെ വളർത്തി പൂച്ചയാക്കിയിട്ട് വേണം നമ്മൾ കല്ലെടുപ്പിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ആളുകൾ പറയുന്നത് അല്ലെ, പറയുന്നതിന്റെ പിന്നിലുള്ള ആ ഒരു വികാരം, വിഷമവും ഇമോഷനും ഒക്കെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് ഭയങ്കര വ്യത്യാസമാണ്. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നിന്നുണ്ട്. നമുക്ക് ഇനിയും പോകെ ഓരോന്നും എടുക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും ഒരു കാര്യം കേൾക്കുമ്പോൾ ജഡ്ജ്മെന്റലായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. സുബ്ഹാനല്ലാഹ്. എന്ന് വെച്ച് കുട്ടികൾ അത് പറഞ്ഞു വരുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് സത്യത്തിനെ വളച്ചൊടിക്കാറുണ്ടായിരുന്നില്ല. സത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു നെഗറ്റീവ് റിമാർക്ക് കൊടുക്കാറില്ല, പരിഹാസം ഉൾക്കൊള്ളുന്ന വാക്കുകൾ പറയാറില്ല. ഇവനൊന്ന് പറഞ്ഞു തീർത്തിട്ട് എനിക്ക് എന്റെ കാര്യം പറയണം എന്നുള്ള രീതിയിൽ അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടക്ക് കയറി സംസാരിക്കാറില്ല. സുബ്ഹാനല്ലാഹ്. ക്ഷമയോടുകൂടി ഇന്ററപ്റ്റ് ചെയ്യാതെ കേൾക്കും, എന്നിട്ട് പറയാനുള്ളത് പറയും. പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജ്, അത് അവരെ നേരെ തിരിഞ്ഞുകൊണ്ട് അത് കേട്ടിരിക്കുക എന്നുള്ളത്, തല കുലുക്കേണ്ട സമയത്ത് തല കുലുക്കുക എന്നുള്ളത്, പുഞ്ചിരിക്കേണ്ട സമയത്ത് പുഞ്ചിരിക്കുക എന്നുള്ളത്, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതികളിൽ പെട്ടതായിരുന്നു. അവർക്ക് സ്പെഷ്യലായിട്ട് തോന്നുക എന്നുള്ളത്, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലിസണിങ്ങിലുള്ള, സംഭാഷണത്തിലുള്ള രീതികളിൽ പെട്ടതായിരുന്നു. ഒരുപാട് നമ്മൾക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ഉണ്ടല്ലേ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഇനി നമ്മുടെ ലിസണിങ്ങിന്റെ ഒക്കെ നമ്മളുടെയൊക്കെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമുക്ക് ലിസണിങ് പലപ്പോഴും പറ്റാത്തതിന്റെ
ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിലാണ്, ഒരു സ്വിച്ച് ഇട്ടിട്ട് അങ്ങനെ പോവാണ്. നമുക്കൊന്ന് നിർത്താനും ചിന്തിക്കാനും സ്ലോ ഡൗൺ ചെയ്യാനും ഒന്നും സമയമില്ലാത്ത ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെയോ കുറെ ഹൃദയമില്ലാത്ത കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. അപ്പം ലിസണിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ ലിസൺ ചെയ്യാന്നുള്ളതാണ്. അതിനുവേണ്ടി എൻ്റെ ഒരു മീ ടൈം ലിസൺ ചെയ്യാൻ വേണ്ടി, എന്നെ തന്നെ ലിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചേ മതിയാവും. ഇപ്പൊ നമ്മളുടെ റിഫ്ലക്ഷൻസും എൽം ടു എംഎലും ഒക്കെ അതിനൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആർക്കും മുന്നോട്ട് പോവാറുമില്ല, അല്ലെ? നമ്മൾ നമ്മളെ തന്നെ ലിസൺ ചെയ്യുക എന്നുള്ളത്, ഓരോ ക്ലാസ്സുകളും കേൾക്കുമ്പം അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പം ഇതിൽ ഞാൻ എവിടെയാണ്, ഇതിൽ എനിക്ക് എന്തൊക്കെ കുഴപ്പങ്ങളാണുള്ളത് എഴുതി വെക്കുക, അതിന് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുക, ആ കാര്യങ്ങളിൽ എന്ത് പുതിയ സ്റ്റെപ്പ് കൊണ്ടുവരണം എന്ന് ചിന്തിക്കുക. അതുപോലെ എന്നെ കുറിച്ച് ഞാൻ തന്നെ ചിന്തിച്ചു തുടങ്ങുമ്പോഴേ നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് മറ്റുള്ളവരെയും നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്നെ ഞാൻ ലിസൺ ചെയ്യുമ്പോഴേ ആ ഒരു ലിസണിങ്ങിന്റെ റിസൾട്ട് ആയിരിക്കണം പലപ്പോഴും അവിടെ നമ്മളുടെ ദ്വാകൾ, അല്ലെ? പക്ഷെ നമ്മളുടെ ദ്വാകൾ എന്താ? പഠിച്ചു വെച്ച ദ്വാകൾ, ആരെങ്കിലും ബുക്കുകളിൽ എഴുതിയ ദ്വാകൾ. എപ്പോഴെങ്കിലും ഞാൻ എന്നെ തന്നെ ലിസൺ ചെയ്തിട്ട് ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മൾ പലരും ശ്രമിച്ചു നോക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ, അല്ലെ? ഏറ്റവും അമലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യാറുണ്ടായിരുന്നത്. അതിനെന്തൊരു ഭംഗിയാ, അല്ലെ? നമുക്ക് വേണ്ട ഓരോ കുഞ്ഞു 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 കാര്യങ്ങളും നമ്മൾ റബ്ബിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ ലിസൺ ചെയ്യുമ്പോൾ, ശരിക്കും ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവിത എഴുതുന്ന ആളൊക്കെ അവരുടെ ഇന്നർ വോയിസിനെ ലിസൺ ചെയ്തിട്ട് അതിന്റെ വാക്കുകളിലേക്ക് ആക്കുകയാണ്. നമ്മൾ നമ്മളുടെ ഇന്നർ വോയിസിനെ തന്നെ നമ്മൾ ലിസൺ ചെയ്യുമ്പോൾ അത് നമ്മളെ ദ്വാകളാക്കി മാറ്റുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തൊരു മാറ്റാന്നറിയോ? നമ്മുടെ ഹൃദയത്തിന് അതിൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു ഇൻവോൾവ്മെന്റ് ആണെന്നറിയോ? പലപ്പോഴും നമ്മൾ ഹൃദയമില്ലാതെ ജീവിക്കുന്നവരാ, ചത്ത ഹൃദയവും ഇബാദത്ത് ചെയ്യുന്ന അവയവങ്ങളും, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഹൃദയം നമുക്ക് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയും ഉൾപ്പെടുത്താൻ പറ്റും. സ്ലോ ആയിട്ട് പറ്റും, പെട്ടെന്നൊന്നും പറ്റൂല, പക്ഷെ സ്ലോ ആയിട്ട് നമുക്ക് എല്ലാവരും പറയുന്നത് കേൾക്കാനും നമ്മൾ എത്ര തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ അള്ളാഹിന്റെ തൗഫീഖ് തന്നെയാണല്ലേ, നമുക്കും പറ്റും. അതേ അള്ളാഹ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സുബ്ഹാനല്ലാഹ്, നമുക്കും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ തന്നെ ലിസൺ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിലുള്ള വോയിസ്, നമ്മൾ രാത്രി കിടക്കുമ്പോഴൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് സംസാരിക്കുക. കുറച്ചു നേരം നമസ്കാരങ്ങളില് ദ്വാകളില് ഒക്കെ അള്ളാഹിന്റെ അടുത്ത് സംസാരിക്കുക. ഖുർആൻ ഓതുമ്പോൾ ഇടയ്ക്കൊന്ന് നിർത്തിവെച്ച് ആ ആയത്തിനെ കുറിച്ചൊന്ന് റിഫ്ലക്ട് ചെയ്തിട്ട് അള്ളാഹിന്റെ അടുത്ത്, അള്ളാഹ് ഇങ്ങനെയൊക്കെയാണല്ലോ നീ പറയുന്നത്, ഞാനിങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ അള്ളാഹ് അൽഹംദുലില്ലാ നിന്റെ തൗഫീഖോട് കൂടി ഇതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ടല്ലോ, അൽഹംദുലില്ലാ അള്ളാഹ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇനി എന്ത് മാറ്റം വരുത്തണ്ടേ. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മളുടെ ഇന്നർ വോയിസിനെ നമ്മൾ ശ്രദ്ധിച്ച് സംസാരിക്കാനൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് ആ ഒരു കിട്ടും ശരിക്കും. കാരണം നമ്മളെ ആവശ്യങ്ങളാവുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനെ ഡിസ്മിസ് ചെയ്യൂല, അല്ലെ? കുട്ടികളുടെ കാര്യങ്ങളും മറ്റുള്ളവരുടെ കാര്യങ്ങളും ഒക്കെ ആണെങ്കിലാണ് നമ്മൾ അതിനെ പെട്ടെന്ന് അങ്ങോട്ട് ഡിസ്മിസ് ചെയ്യുക. ഓ അതിപ്പോ പറഞ്ഞാൽ കേട്ടാൽ എന്താന്ന്. പക്ഷെ ഈ നമ്മളോട് തന്നെ എനിക്ക് എന്താ പറഞ്ഞാൽ കേട്ടാൽ എന്താ നമ്മൾ ചോദിക്കില്ല, അല്ലെ? നമ്മളുടെതൊക്കെ നമുക്ക് വിഷമങ്ങളാ, നമ്മളുടെതൊക്കെ നമ്മളുടെ എന്താണ് പരാധീനതകളാണ്, അല്ലെ? മറ്റുള്ളവരുടെതൊക്കെ അവരുടെ കയ്യിലിരിപ്പുമാണ്. അപ്പൊ നമ്മളുടെ പരാധീനതകൾ മനസ്സിലാക്കാൻ വേണ്ടി എക്സ്ട്രാ സമയം എടുത്ത് അത് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർക്കും ഉണ്ട് അതുപോലെ പരാധീനതകൾ, അവർക്കും ഉണ്ട് അതുപോലെ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് നമ്മളോട് ശരിക്കും ലിസൺ ചെയ്ത് തുടങ്ങാം. അങ്ങനെ നമ്മൾ ലിസൺ ചെയ്ത് തുടങ്ങുമ്പോൾ മീ ടൈം കിട്ടുമ്പോൾ നമുക്ക് മൈൻഡ് ടൈമും കിട്ടും. അതായത് എനിക്കുള്ള ടൈം കിട്ടുമ്പോൾ എന്റേതായിട്ടുള്ള ആൾക്കാരുടെ വേണ്ടിയിട്ടുള്ള ടൈമും കിട്ടും. അതായത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ടൈമും നമുക്ക് കിട്ടും. അതും കിട്ടുമ്പോൾ നമുക്ക് പുറമേ ഉള്ളവർക്ക് വേണ്ടി സമയം കൊടുക്കാനും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. സാമൂഹ്യമായിട്ടുള്ള ഒരു സർക്കിൾ, അല്ലെ? നമ്മളെ ഫ്രണ്ട്സിന്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക്, നമ്മുടെ നെയ്ബേഴ്സിന്, സുബ്ഹാനല്ലാഹ്, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അവരെ അത് കേട്ട് കൊടുത്താൽ തന്നെ ഞാൻ പറഞ്ഞ സൊല്യൂഷൻ ആയില്ലേ, അതിന് നമുക്ക് പറ്റും. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ടീച്ചേഴ്സും ലീഡേഴ്സും മറ്റു നേതാക്കന്മാരും എല്ലാവരും ആർക്കും ഈ ദുനിയാവിന്റെ മൊത്തം പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പറ്റൂല. അവരെല്ലാവരും മനുഷ്യന്മാരാണ്, അവരുടേതായ പ്രശ്നങ്ങളോട് കൂടിയുള്ള മനുഷ്യന്മാര്. പക്ഷെ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടുകളിൽ ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, പരസ്പരം കേൾക്കാനും സംസാരിക്കാനും പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള ഇത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ലോഡ് എത്രയാ ഡിസ്ട്രിബ്യൂട്ടഡ് ആവുന്നത്, അല്ലെ? പലരുടെയും ലോഡ് അങ്ങോട്ട് കുറയാണ്. ഈ ഓരോരുത്തരും അവനവന്റെ പ്രശ്നങ്ങളുമായിട്ട് നാട്ടിലുള്ള കൗൺസിലേഴ്സിന്റെ അടുത്തും ടീച്ചേഴ്സിന്റെ അടുത്തും ലീഡേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ തീരും തോന്നുന്നുണ്ടോ? തീരൂല. നമ്മളെ പ്രശ്നം നമുക്ക് റബ്ബിന് തന്നെ തീർത്തരാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. അപ്പം അവരിലേക്ക് എത്തുന്ന ലോഡുകൾ നമുക്ക് നമ്മുടെ വീടുകൾക്കകത്ത് തന്നെ കുറെ തീർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാലേ, സമൂഹം ഒരുപാട് അങ്ങോട്ട് മാറും. ഇപ്പോഴുള്ള പല ട്രീറ്റ്മെന്റ്സിനും തെറപ്പീസിനും കൗൺസിലിങ്ങിനും ഒക്കെ നമുക്ക് അതിനൊക്കെ നമുക്ക് ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. മാത്രമല്ല അതിലൂടെ പോയിട്ട് വഴി തെറ്റുന്ന, അല്ലെ, ഷിർക്കിലും അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളിൽ എത്തുന്നതിനെയും കുറെ നമുക്ക് തടയാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. പല പ്രശ്നങ്ങളും നമ്മുടെ വീട്ടിനകത്ത് തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളുടെ
കുട്ടികളുടെ പൊട്ടൻഷ്യലിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ നമ്മളെ കുട്ടികൾക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ എത്ര കഴിവുള്ളതും അല്ലെ, അത് അങ്ങേയറ്റം സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കഴിവ് പുറത്തു വരില്ല. പക്ഷെ അവരുടെ സിറ്റുവേഷൻ മാനസികമായിട്ട് ഈസി ആവുമ്പോൾ, നമ്മളെ സിറ്റുവേഷൻ മാനസികമായിട്ട് ഈസി ആവുമ്പോൾ അവരുടെ പൊട്ടൻഷ്യൽസ് പുറത്തേക്ക് വരും. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ നല്ല ഒരു നാളെ അല്ലെ, നല്ല ഒരു സമൂഹം, നല്ല സക്സസ് ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഇബ്ലീസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പേ എടുക്കാൻ സമ്മതിക്കൂല. ഫസ്റ്റ് സ്റ്റെപ്പിന് എടുക്കാൻ സമ്മതിക്കില്ല. ഇബ്ലീസിന് എപ്പോഴും നമ്മളെ വലിച്ചു വെച്ച ലാസ്റ്റിക് പോലെ ആക്കി വെക്കാനാണ് ഇഷ്ടം. നമ്മൾ നന്നാവുന്ന മൂപ്പർക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള എഫേർട്ട് ബോധപൂർവം ഹൃദയം കൊടുത്തുകൊണ്ട് ആദ്യം അവനവനെ ലിസൺ ചെയ്യുക, പിന്നെ മറ്റുള്ളവരെ ലിസൺ ചെയ്യുക, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദ്വാകളൊക്കെ നമ്മളെ ശ്രദ്ധയോടുകൂടി ബോധത്തോടു കൂടിയുള്ള ദ്വാകളാക്കി മാറ്റാൻ ശ്രമിക്കുക. ഓരോ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസും എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള ദ്വാകളാക്കി മാറ്റാൻ ശ്രമിക്കുക. അള്ളാഹു എല്ലാത്തിനും മറുപടി തരും. അള്ളാഹുവെ എല്ലാത്തിനും മറുപടി തരുള്ളൂ കേട്ടോ. വേറെ ആരും നിങ്ങൾക്ക് എല്ലാത്തിനും മറുപടി ഒന്നും തരൂല. ബാക്കിയുള്ളവരൊക്കെ മനുഷ്യന്മാരല്ലേ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അള്ളാഹ്ക്ക് മാത്രമേ എല്ലാത്തിനും മറുപടി തരാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ ദ്വാകളൊക്കെ ആ ഒരു രീതിയിൽ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷെ മനസ്സിൽ വെക്കുക, ഈ നല്ല നാളെ എന്നൊക്കെ പറയുമ്പോൾ അത് നാളെ അല്ല കേട്ടോ, അത് ചിലപ്പോൾ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അതിന് ക്ഷമ വേണം, സമയം വേണം, പ്രാക്ടീസ് വേണം, പഠിക്കണം, ദ്വാ ചെയ്യണം, തെറ്റിയ തൗബ ചെയ്ത് മടങ്ങണം, കൺസിസ്റ്റൻസി വേണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ ഡയലോഗിനെ കുറിച്ച് പറഞ്ഞത്, സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡയലോഗിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടാണ് നിർത്തിയത് അല്ലെ, ഇപ്പോഴും കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഇപ്പോഴും നമുക്ക് അതേപോലെ ഡയലോഗിനെ കുറിച്ച് ഖുർആനിൽ എന്താ പറഞ്ഞതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് നിർത്താം. നമ്മൾ പറഞ്ഞിരുന്നു ആർഗ്യുമെന്റ്, വാദപ്രതിവാദവും ഡയലോഗും ശരിക്കും എസെൻഷ്യലി രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടിലും എന്തെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു അല്ലെ, എന്നിട്ട് ഒരാള് അതിനെ സ്വന്തം ഐഡിയാസിനെ ഡിഫെൻഡ് ചെയ്യും, മറ്റേയാള് ഓപ്പോസിറ്റ് സൈഡിലെ ഐഡിയനെ എതിർക്കും. അതാണ് ഡയലോഗും ആർഗ്യുമെന്റും. പക്ഷെ അത് ഒരു മോശം മാനേഴ്സോട് കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ആർഗ്യുമെന്റ് ആയി. പക്ഷെ നല്ല മാനേഴ്സോട് കൂടി, നല്ല നീയത്തോടു കൂടി, അറിവോടുകൂടി ചെയ്തു കഴിയുമ്പോൾ അത് പ്രയോജനപ്രദമാവുകയും ചെയ്യും, അത് ഡയലോഗായി മാറുകയും ചെയ്യും. ശരിക്കും രണ്ടിലും ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. നീയത്തും മാനേഴ്സും അറിവും ഒക്കെ മാറുമ്പോഴാണ് അതൊരു ഡയലോഗ്, ഒരു വാദപ്രതിവാദമായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം അതായത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഭംഗിയാക്കുക, പ്രയോജനപ്രദമാക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് ബെസ്റ്റ് മാനറിൽ ചെയ്യുമ്പോഴാണ്. ഓക്കെ, അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്താണ് കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക, വെറുപ്പ് ഒഴിവാക്കുക, അതിന് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മിക്ക ആയത്തുകളിലും അള്ളാഹു അതിനോട് കൂടെ ദഅവ എന്ന് പറയുന്ന ഒരു അത് തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുക എന്ന് പറയുന്ന ഒരു ഇന്റൻഷനും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കാണാം. സൂറത്തുൻ നഹ്ലിൽ 125-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. സുബ്ഹാനല്ലാഹ്. യുക്തി കൊണ്ടും സതുപദേശം കൊണ്ടും നീ നിന്റെ ജനത്തെ നിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക, ഏറ്റവും നല്ല നിലയിൽ അവരുമായി സംവാദം നടത്തുക. അവിടെ ജാദിൽഹും എന്നാ പറഞ്ഞല്ലേ. നമുക്കറിയാം ജദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തർക്കമാണ്. പക്ഷെ തർക്കത്തിനെ ഏറ്റവും ഭംഗിയാക്കി നടത്തിയിട്ട്, കാരണം തർക്കം നടത്തേണ്ട ആളുകളോട് തർക്കം തന്നെ നടത്തണം. പക്ഷെ അവര് തർക്കത്തിനാ വരിക. പക്ഷെ അതിനെ ഏറ്റവും ഭംഗിയാക്കി അഹ്സനാക്കി മാറ്റുമ്പോൾ നിനക്ക് എന്താക്കാൻ പറ്റും? അവരെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ പറ്റും. അതേപോലെ സൂറത്ത് അൻകബൂത്തിൽ 46-ാമത്തെ ആയത്ത്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും വഇലാഹുനാ വഇലാഹുക്കും വാഹിദുൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. വേദക്കാരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സംവാദം നടത്തരുത് അല്ലെ. അവർ സംവാദത്തിന് വരും, ജദലിന് വരും, പക്ഷേ നിങ്ങൾ അവരോട് ഏറ്റവും നല്ല രീതിയിലല്ലാതെ സംവാദം നടത്തരുത്. ഈ ഒരു ആയത്തിലും അവസാനം നമുക്ക് അള്ളാഹു ദഅവ എന്ന് പറയുന്ന തൗഹീദ് എന്ന് പറയുന്ന ഒരു സംഭവം അറ്റാച്ച് ചെയ്തത് കാണാം അല്ലെ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അവതരിപ്പിച്ചതും ഞങ്ങൾക്ക് അവതരിപ്പിച്ചതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ആരാധ്യനും നിങ്ങളുടെ ആരാധ്യനും ഒരുവനാകുന്നു, അവന് കീഴ്പ്പെട്ടവരുമാണ്. അപ്പൊ നമ്മുടെ ഓരോ സംസാരങ്ങളും നമ്മൾ ദഅവയിലേക്കുള്ളതാവണം. പക്ഷേ നമ്മുടെ ഓരോ സംസാരങ്ങളും ഏറ്റവും നല്ല അഹ്സനായിട്ടുള്ള മാനറിസത്തോട് കൂടിയുള്ളത് ആയിരിക്കണം. നമ്മളുടെ അടുത്ത് വാദപ്രതിവാദത്തിന് വരുന്നവരുടെ അടുത്ത് പോലും അഹ്സനായിട്ടുള്ള രീതിയോട് കൂടി നമ്മൾ ഡീൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ ഒന്നും ഒരു സംസാരത്തിന്റെ നിയത്ത് ദഅവയല്ല, നമ്മുടെ കുടുംബങ്ങളുടെ സംസാരത്തിൻ്റെത് പ്രത്യേകിച്ച് ദഅവയല്ല. നമുക്ക് പേഴ്സണൽ പല അജണ്ടകളുമാണ്, അത് സ്ഥാപിക്കുക എന്നുള്ളതാണ്. മാറ്റാൻ ശ്രമിക്കുക, ഏറ്റവും ഹസനായിട്ടുള്ള സംസാരിക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെ കാര്യങ്ങൾക്ക് കുറേ വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമുക്ക്
ഇന്നത്തെ ഈ ഒരാഴ്ചയിലെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു നമ്മൾ ലിസണിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ലിസണിങ്ങിൽ ഫെയിൽ ആവുന്ന സിറ്റുവേഷൻസ് ഇനി വന്നുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് ഇട്ടേച്ച് പോകാൻ പറ്റൂല. അപ്പം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ആ ലിസണിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇതുവരെ, അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് തേഴ്സ്ഡേ വരെ ഉള്ളതിൽ എന്തായാലും 1-2 എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ അവരുടെ അടുത്ത് പൊട്ടിത്തെറിച്ചതും ലിസൺ ചെയ്യാൻ പറ്റാതിരുന്നതുമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുപോലെയുള്ള അനുഭവങ്ങൾ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യാം. അതേപോലെ അങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് നമ്മൾ അത് കുട്ടികളുടെ അടുത്താണെങ്കിലും ഹസ്ബൻഡിന്റെ അടുത്താണെങ്കിലും ഉമ്മാന്റെ അടുത്താണെങ്കിലും വാപ്പാടെ അടുത്താണെങ്കിലും ഒക്കെ സോറി പറഞ്ഞ് മടങ്ങിയോ, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത് തൗബ ചെയ്ത് മടങ്ങിയോ, അത് ഓരോ സിറ്റുവേഷനിലും അത് ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ ഖൈറാണ്. അപ്പം പോകെ നമുക്ക് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിന്റെ എണ്ണം കുറഞ്ഞു വരും, ഉറപ്പായിട്ടും കുറഞ്ഞു വരും, നമ്മൾ അതിനെ അത്രയും സീരിയസ് ആക്കി എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ നമ്മൾ അത് തൗബ ചെയ്ത് മടങ്ങിയോ അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഫീലിങ്സും ചിന്തകളും ഒക്കെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ വരും. അത് ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ദ്വാകൾക്ക് ഒരു ന്യൂ പെർസ്പെക്റ്റീവ്. ഞാൻ പറഞ്ഞല്ലോ, ദ്വാകൾ ജസ്റ്റ് ഒരു ബ്ലാങ്കറ്റ് ദ്വാ ആയിട്ട് റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന സുരിയാത്തിന എന്നുള്ള ഒരു ലെവലിൽ മാത്രം പോവാതെ അത് നമ്മൾ ദ്വാ ചെയ്യുക തന്നെ വേണം. പക്ഷെ നമ്മളുടെ ദ്വാകൾ കൂടുതൽ മൈന്യൂട്ട് ലെവലിലേക്ക് ക്ലാസ് കഴിയാറായിട്ടോ ഓരോ കുഞ്ഞു കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് റബ്ബിന്റെ അടുത്ത് ദുആ ചെയ്യുന്ന, മോനെ റബ്ബെ ഇന്ന് ഞാൻ ഇന്നത് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ ഇങ്ങനെ പ്രതികരിച്ചു, അപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ട റബ്ബെ? അതായത് അവരുടെ അടുത്ത് പൊട്ടിത്തെറിക്കാതെ നമ്മളെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ഓരോ വീട്ടിലെ കുഞ്ഞു കാര്യങ്ങളും ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡിലേക്ക് നമ്മുടെ ദുആകൾ, നമ്മുടെ ഹൃദയം കൊടുത്തുകൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ അതുപോലെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ചിന്തകളൊക്കെ അടുത്ത ക്ലാസ്സിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ, അതായത് അടുത്ത ആക്ടിവിറ്റി സെഷനിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈർ. ശരിക്കും ഒരുപാട് ഹെൽപ്പ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ആക്ടിവിറ്റിയിൽ ഓരോരുത്തർ പറഞ്ഞ കാര്യങ്ങളും പലതും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രയോജനമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ എല്ലാവർക്കും ആവുമെന്ന് തന്നെയാണ് വിശ്വാസം. അപ്പം നമ്മളിപ്പോൾ എല്ലാ ലിസണിങ്ങും ഒന്നും നമ്മളിവിടെ വന്ന് പറയുന്നില്ല കേട്ടോ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തിനാ പുറത്ത് പറയുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മൾ ജസ്റ്റ് ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റൻസേ നമ്മൾ അവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ചിന്തയായിട്ട് ഹെൽപ്പ് ആവുന്നുണ്ടെങ്കിൽ അത് ഖൈറല്ലേ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും എളുപ്പാക്കി തരട്ടെ. ആമീൻ. അള്ളാഹ്ക്ക് തൃപ്തിയുള്ള കുടുംബങ്ങളും അള്ളാഹ്ക്ക് തൃപ്തിയുള്ള മക്കളും സുബ്ഹാനല്ലാഹ് ആ ഒരു സാഹചര്യം നമ്മളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള തൗഫീഖ് റബ്ബ് തരട്ടെ. അതിനു വേണ്ട നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണോ ആ സ്റ്റെപ്പുകളിലേക്കൊക്കെ എത്താനുള്ള ഹിക്മത്ത് റബ്ബ് നമുക്ക് കാണിച്ചു തരട്ടെ. അതിനുള്ള ക്ഷമ നമുക്ക് കാണിച്ചു തരട്ടെ. അതിനുവേണ്ടി ഹിദായത്ത് റബ്ബ് നമുക്ക് തരട്ടെ. അതിനുവേണ്ടി ഒരുപാട് നമ്മൾ ശ്രമിക്കേണ്ടി വരും. ഒരുപാട് നമ്മൾ ചേർന്ന് നിന്ന് നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിനെല്ലാവരും മനസ്സിനുള്ള ആ ഒരു തയ്യാറാവാനുള്ള ഒരു ഇത് അള്ളാഹ് തരട്ടെ. നമുക്ക് ജീവിതത്തിലൊക്കെ ഒരുപാട് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഐഹികമായിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ റബ്ബ് നോക്കിക്കോളും അല്ലെ. ഇവിടുത്തെ എല്ലാ റിസ്ക്കും അള്ളാഹു ഉറപ്പ് തന്നിട്ടുള്ളതാണ്. ഇവിടുത്തെ കാര്യങ്ങളുടെയൊക്കെ റിസൾട്ടുകൾ അള്ളാഹു ഉറപ്പ് തന്നിട്ടുള്ളതാണ്. അതൊക്കെ നമ്മൾ ചെയ്യേണ്ട മിനിമം ലെവലിൽ ചെയ്തു പോയിട്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ സമയം എഫേർട്ടും കൊടുത്തു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നീട് നമ്മൾ തന്നെ അല്ലെ, നമ്മളെ സമൂഹം മതിയാവും, നമ്മളുടെ പുറമേയുള്ള മുസ്ലിങ്ങൾക്ക് അത് ആവയായിട്ട് നമ്മുടെ കുടുംബങ്ങൾ മതിയാവും, നമ്മുടെ കുട്ടികൾ സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന, കോളേജുകളിലേക്ക് ഇറങ്ങുന്ന, സ്കൂളുകളിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ജോലി സ്ഥലത്തേക്ക് ഇറങ്ങുന്ന നമ്മളുടെ കുട്ടികൾ മതിയാവും നമ്മുടെ ദീനിനെ ദാവയാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളൊന്നും ഇതുവരെ മുസ്ലിങ്ങൾക്ക് ദാവത്ത് കൊടുക്കുന്ന കാര്യത്തിലേക്ക്, അതിനുള്ള അർഹതയിലേക്ക് പോയിട്ട് പോലും എത്തിയിട്ടില്ലാത്ത ആളുകളാണ്. അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സുന്നത്തുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മൾ സുന്നത്ത് ദുആയും സുന്നത്ത് ദിക്റും സുന്നത്ത് നമസ്കാരങ്ങളും മാത്രം നമസ്കരിച്ചത് കൊണ്ടായില്ല, അതും വേണം, അതുകൊണ്ടായില്ല. അതിന്റെ റിസൾട്ടുകൾ ഈ പറഞ്ഞ കാര്യങ്ങളിലും വന്നെങ്കിൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ മുസ്ലിം സമൂഹത്തിലേക്ക് ദാവ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മളെ മക്കളും കൂടെ നിന്നെങ്കിലേ അത് നടക്കുകയുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുത്ത് എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള എളുപ്പവും ഹിദായത്തും ക്ഷമയും ഒക്കെ തരട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. ربنا اجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اجعلنا مقيم الصلاة ومن ذريتنا ربنا تقبل دعاء. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.